മിനിറ്റ് എഴുതിയിട്ട് നമുക്ക് മൗന പ്രാർത്ഥനയ്ക്ക് നമ്മളേറെ കാത്തിരുന്ന ഒരു ദിവസമാണിന്ന്. പ്രധാനമായിട്ടും വിവരാവകാശ രംഗത്ത് വിസ്തൃതമായ സേവനം നൽകുന്ന മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി ഈ പരിപാടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. എല്ലാ മാധ്യമപ്രവർത്തകരും മാധ്യമ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ഒരു പ്രഭാഷണം കൂടിയാണ് നമ്മൾ നടത്തുന്നത്. ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നതിനായി പ്രവാസി ലീഗൽ സെല്ലിന്റെ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് രാം സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. ഏവർക്കും നമസ്കാരം. യോഗാധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഫാദർ അനിൽ ഫിലിപ്പ് CMI, മുഖ്യാതിഥി ആരാധനായ ജസ്റ്റിസ് KM ജോസഫ് സാർ, ഏറെ ബഹുമാനായ ജസ്റ്റിസ് CS രാജൻ സാർ, P മോഹൻദാസ് സാർ, DB ബിനു സാർ, RTI അവാർഡ് ജേതാവ് ശ്രീ R രാധാകൃഷ്ണൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ EP ജെയിംസ്, പ്രിയ അഭിഭാഷക സുഹൃത്തുക്കളെ, മാധ്യമപ്രവർത്തകരെ, പ്രിയപ്പെട്ടവർ, പ്രമുഖ വിവരാവകാശ പ്രവർത്തകനും പ്രവാസി ലീഗൽ സെല്ലിന്റെ ആദ്യ ജനറൽ സെക്രട്ടറിയുമായിരുന്ന P പത്മനാഭന്റെ നേതൃത്വത്തിൽ നടത്തുന്ന P പത്മനാഭന്റെ അനുസ്മരണ പ്രഭാഷണവും ദേശീയ തലത്തിൽ പ്രവാസി ലീഗൽ സെൽ ഏർപ്പെടുത്തിയ മികച്ച വിവരാവകാശ പ്രവർത്തനമുള്ള അവാർഡ് ദാനവുമാണ് ഇവിടെ നടത്തുന്നത്. ഈ ചടങ്ങിനെ ഏറെ മനോഹരമാക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ഏതാണ്ട് 5 വർഷക്കാലത്തോളം സുപ്രീം കോടതിയിൽ സുദീർഘമായ സേവനത്തിന് ശേഷം ഇപ്പോൾ നമ്മോടുകൂടെ ആയിരിക്കുന്ന ഏറെ ആരാധനായ ജസ്റ്റിസ് KM ജോസഫ് സാറിന്റെ സാന്നിധ്യം തന്നെയാണ്. എന്തായാലും ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്നത് ചാവറ കൾച്ചറൽ സെന്ററിന്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഫാദർ അനിൽ ഫിലിപ്പ് CMI അച്ഛനാണ്. അച്ഛനെ ഇവിടെ കൂടിയിരിക്കുന്ന ഏവരുടെയും പേര് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള പങ്ക് എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഇന്നിവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമുക്ക് ഏവർക്കും ആരാധനായ ജസ്റ്റിസ് KM ജോസഫ് സാറാണ്. വിവരാവകാശ നിയമം 2005 വന്നത് എങ്കിലും അതിനൊക്കെ നാളുകൾക്ക് മുമ്പ് തന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ, വിവരാവകാശം പൗരന്റെ മൗലിക അവകാശമാണ് എന്ന സുപ്രധാനമായ ഒരു വിധി KM ജോസഫ് സാറിന്റെ പിതാവ് ആരാധനായ ജസ്റ്റിസ് KK മാത്യു സാറിന്റെ ആ ഒരു വിധി ഈ സമയത്ത് അനുസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ യോഗത്തിൽ മുഖ്യ പ്രഭാഷണവും അതുപോലെ തന്നെ ഈ അവാർഡ് സമ്മാനിക്കുന്ന KM ജോസഫ് സാറിനെ ഇവിടെ കൂടിയിരിക്കുന്ന ഏവരുടെയും പേരിൽ കൃത്യമായി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നമുക്ക് ഏറെ സുപരിചിതനായ ജസ്റ്റിസ് CS രാജൻ സാർ, അദ്ദേഹം പ്രവാസി ലീഗൽ സെല്ലിന്റെ മുഖ്യ രക്ഷാധികാരിയും തുടക്കം മുതൽ K പത്മനാഭൻ മെമ്മോറിയൽ അനുസ്മരണ പ്രഭാഷണത്തിലും അതുപോലെ തന്നെ വിവരാവകാശ പ്രവർത്തനമുള്ള അവാർഡ് ഫംഗ്ഷനിലും തുടക്കം മുതൽ അദ്ദേഹം പങ്കെടുക്കാറുണ്ട്. ഇതിനു മുമ്പ് ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം, എനിക്ക് തോന്നുന്നു, ആദ്യത്തെ ഈ അവാർഡ് നമ്മൾ നൽകിയത് ഇവിടെയുള്ള നമ്മുടെ DB ബിനു സാറിനാണ്. അന്ന് നമ്മുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ സാറിന്റെ അധ്യക്ഷതയിലുള്ള കമ്മിറ്റിയാണ് ആദ്യത്തെ അവാർഡ് ജേതാവായി നമ്മുടെ ബിനു സാറിനെ തിരഞ്ഞെടുത്തത്. ആ അവാർഡ് നൽകിയതും നമ്മുടെ ജസ്റ്റിസ് CS രാജൻ സാറാണ്. സാറിനെ ഇവിടെ കൂടി ഏവരുടെയും പേരിൽ ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ P മോഹൻദാസ് സാർ നമ്മോടുകൂടെ ഉണ്ട്. അദ്ദേഹം ദീർഘകാലം
ജില്ലാ ജഡ്ജിയായ സേവനത്തിന് ശേഷം കെൽസയുടെ മെമ്പർ സെക്രട്ടറിയായും തുടർന്ന് കേരളത്തിലെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ആക്ടിംഗ് ചെയർപേഴ്സണുമായി നിരവധിയായ പൊസിഷനിൽ വളരെ സുദീർഘമായ സേവനം അദ്ദേഹം അനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ പ്രവാസി ലീഗൽ സെല്ലിന്റെ കേരള ചാപ്റ്ററിന്റെ അധ്യക്ഷനും കൂടെയാണ്. പി മോഹൻദാസ് സാറിനെയും ഇവിടെ കൂടിയിരിക്കുന്ന ഏവരുടെയും പേരിൽ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ DV ബിനു സാറിനെ ഇവിടെ പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല. അദ്ദേഹത്തിന്റെ വിവരാവകാശ നിയമത്തിൽ ഈ കേരളത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള സംഭാവന വളരെ സുദീർഘമാണ്. അതുകൂടാതെ തന്നെ ഇപ്പോൾ എറണാകുളം ജില്ലാ കൺസ്യൂമർ കമ്മീഷന്റെ അധ്യക്ഷനായി ഇന്നലെയും ദേശീയ മാധ്യമങ്ങൾ പോലും അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റ്സ് വളരെ പ്രാധാന്യത്തോടെ എയർലൈൻ റീഫണ്ട് നമ്മുടെ ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിന് തന്നെ അത് അനുകൂലമായ ഒരു വിധി അദ്ദേഹം പുറപ്പെടുവിച്ചു. അത് ദേശീയ മാധ്യമങ്ങൾ പോലും വളരെ സുപ്രധാനമായി തന്നെ ചർച്ച ചെയ്യുന്ന വളരെ നിയമരംഗത്ത് വലിയ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന DV ബിനു സാറിനെ ഇവിടെ കൂടിയിരിക്കുന്ന ഏവരുടെയും പേരിൽ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ശ്രീ PV ജെയിംസ് നമ്മോടുകൂടിയുണ്ട്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യട്ടെ. ഈ വർഷത്തെ K പത്മനാഭൻ മെമ്മോറിയൽ അവാർഡ് ജേതാവ് ശ്രീ R രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ വിവരാവകാശ മേഖലയിലെ പ്രവർത്തനങ്ങൾ ഒന്ന് വിലയിരുത്തിയപ്പോൾ ഈ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ തന്നെ അദ്ദേഹം 100 കണക്കിന് അപ്പീലുകളാണ് നമ്മുടെ സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലായാലും ദേശീയ വിവരാവകാശ കമ്മീഷനിലായാലും അദ്ദേഹം ഫയൽ ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ തന്നെ അദ്ദേഹത്തിന് ഈ നമ്മുടെ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ നിന്നും പോലീസിലെ ക്രിമിനൽ ബന്ധമുള്ള ആളുകളുടെ പേര് വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള സുപ്രധാനമായ വിധിക്കെതിരെയുള്ള അപ്പീൽ അത് കേരള പോലീസ് കേരള ഹൈക്കോടതിയിൽ ഒരു അപ്പീൽ ഫയൽ ചെയ്തപ്പോൾ കേരള ഹൈക്കോടതിയിലും അദ്ദേഹം സ്വന്തമായിട്ട് നേരിട്ടാണ് ഇവിടെ ആ കേസിൽ ഹാജരായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ അദ്ദേഹം കലാപഭൂമിയായ മണിപ്പൂരിൽ നിന്നുമാണ് ഏതാനും ദിവസങ്ങളായി മണിപ്പൂരിൽ അതിന്റെ ഇന്റീരിയർ പ്ലേസിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം റിപ്പോർട്ടിംഗ് നടത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും ഈ ചടങ്ങിൽ ഇന്ന് രാവിലെ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നു. എല്ലാ അവാർഡുകളും അത് മനോഹരമാകുന്നത് അത് അർഹിക്കുന്ന കരങ്ങളിൽ എത്തുമ്പോൾ തന്നെയാണ്. എന്തായാലും ഈ വർഷത്തെ വിവരാവകാശ പ്രവർത്തനങ്ങളുടെ അവാർഡ് കൃത്യമായ ആളുടെ കയ്യിൽ തന്നെ എത്താൻ സാധിച്ചു എന്നുള്ളത് പ്രവാസി ലീഗൽസിന് വളരെ സന്തോഷം നിറഞ്ഞ കാര്യം തന്നെയാണ്. അദ്ദേഹത്തെയും ഇവിടെ കൂടിയിരിക്കുന്ന ഏവരുടെയും നാമത്തിൽ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മുതിർന്ന അഭിഭാഷകർ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരൊക്കെ നമ്മുടെ കൂടെയുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ പ്രോഗ്രാമിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട ചാപ്റ്റർ ഡയറക്ടർ ഫാദർ അനിൽ ഫിലിപ്സിനെ മോഹൻദാസ് സാറ് ഇന്ററാക്ഷൻ സ്പീച്ച് അതിന് ശേഷം വേദിയിലിരിക്കുന്ന ആരാധനായ ഫോർമർ ജഡ്ജ് സുപ്രീം കോടതി ജസ്റ്റിസ് KM ജോസഫ് സാർ, former Justice CS Radha Sir, Patron PLC, Sri Mohandas Sir, former Acting Chairperson Human Rights Commission, President PLC Kerala Chapter, Sri DV Binu Sir, President Consumer Dispute Redressal Commission Ernakulam, Sri PV James Sir, Editor in charge 24 News. ഈ ദിവസത്തെ അവാർഡ് ജേതാവായ മിസ്റ്റർ K രാധാകൃഷ്ണൻ, റീജിയണൽ ചീഫ് 24 ന്യൂസ് ന്യൂഡൽഹി, ആൻഡ് ശ്രീ I ജോസഫ്, പ്രവാസി ലീഗൽ സെൽ. വേദിയിലും സദസ്സിലും ഒരേപോലെ പ്രൗഢഗംഭീരരായിട്ടുള്ള ആളുകൾ ഇരിക്കുമ്പോൾ അധ്യക്ഷ പ്രസംഗം എന്ന പേരിൽ ഒരു അതിക്രമം കാണിക്കാൻ ഞാൻ ധൈര്യപ്പെടുന്നില്ല. 2 കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും സന്തോഷകരമായിട്ട് തോന്നിയത്. ഒന്ന്, ഇന്ന് അവാർഡ് നേടുന്ന രാധാകൃഷ്ണൻ സാർ അത് ജനത്തിന് കൊടുക്കുന്ന അവാർഡാണ്. ജനത്തിന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച്
അറിയുവാനുള്ള അവകാശമുണ്ടെന്ന് ഒരു ജേർണലിസ്റ്റിന്റെ ആത്മധൈര്യത്തോടു കൂടി ഈ ഇടങ്ങളിലേക്ക് കയറി ചെന്നുകൊണ്ട് ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഒരുപടി സുപ്രധാനമായിട്ടുള്ള രേഖകളെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇവൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് 10ഓളം കാര്യങ്ങളിൽ ജനങ്ങൾക്ക് അറിയുവാനുള്ള അവകാശം നേടിക്കൊടുക്കുക എന്നുള്ള രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ക്രിമിനൽ ആയിട്ടുള്ള ആളുകളെ കുറിച്ചുള്ള രേഖകൾ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് എല്ലാ ഗണത്തിലും നമുക്കറിയാം കൊള്ളാവുന്നവരും ശരിയായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അവരെ കുറിച്ച് നമ്മൾ അറിയുവാനായിട്ട് ആഗ്രഹിക്കുന്നുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കല്ലുവാതിക്കൽ കേസ് തുടങ്ങി നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള അല്ലെങ്കിൽ മന്ത്രിമാരുടെ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന ഫണ്ടിനെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജനം അറിയുവാനായിട്ട് അല്ലെങ്കിൽ ജനത്തിന്റെ നികുതി പണത്തിലൂടെ ഓടുന്ന നമ്മളുടെ ഭരണാധികാര മേഖലകളിലെ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ അറിവുകൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ ആത്മധൈര്യത്തിന് നമ്മൾ കൊടുക്കുന്ന അവാർഡാണ് ശരിക്കും പറഞ്ഞാൽ ഈ RTA ആദ്യമായിട്ട് കൊടുക്കുന്ന ഈ അവാർഡ് എനിക്ക് തോന്നിപ്പോവുകയാണ്. ഒരുപാട് അത്ഭുതത്തോടെയും ആദരവോടെയും ഞാൻ അതിനെ സന്തോഷത്തോടെയും പ്രോത്സാഹനത്തോടെയും കാണുകയാണ്. ഒപ്പം തന്നെ നമുക്കറിയാം ജസ്റ്റിസ് KM ജോസഫ് സാറ് കേരളത്തിലേക്ക് വന്നിട്ട് അധിക ദിവസങ്ങൾ പോലും ആയിട്ടില്ല. ജോസഫ് സാറിനെ നമ്മൾ തിരിച്ചറിയുന്നത് വളരെ നീതിനിഷ്ഠമായിട്ടും നിഷ്പക്ഷമായിട്ടും നീതിപീഠത്തെ മുന്നോട്ട് ചലിപ്പിച്ച ന്യായാധിപൻ എന്ന നിലയ്ക്കാണ്. അത് സുപ്രീം കോടതിയിലായിരുന്നപ്പോഴും ജാർഖണ്ഡിലായിരുന്നപ്പോഴും അത് നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയുവാൻ സാധിക്കുന്ന വിധത്തിൽ ഞാൻ അതിൻ്റെ ഇഷ്യൂകളിലേക്കോ അതിൻ്റെ ആധികാരികമായിട്ടുള്ള ഒരു വാചാടാപത്തിലേക്കോ കയറുന്നില്ല. കാരണം ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും മാധ്യമ പ്രവർത്തകരും ഈ മേഖലയിൽ ഉള്ളവരും ജഡ്ജിമാരും ഒക്കെയാണ്. അതിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മളുടെ KM ജോസഫ് സാറിന്റെ ഇന്റഗ്രിറ്റി, ആത്മധൈര്യത്തോടെ നീതി നടത്തുക എന്നുള്ള ആ ബോധ്യത്തോടു കൂടി തന്നെ ആരൊക്കെ എതിർത്താലും നീതിയെ കൃത്യമായിട്ട് പറയുവാനായിട്ട് ശക്തമായിട്ട് പറയുവാനായിട്ട് ആത്മധൈര്യം കാണിച്ചുകൊണ്ട് ഏകദേശം 5 വർഷം 4 വർഷവും 8 മാസവും സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നു. വളരെ നിർണായകമായ പല റെഗുലേഷൻസ് അല്ലെങ്കിൽ അതിനെ കോടതി ഭാഷയിൽ എങ്ങനെയാണ് അതിനെ വ്യവഹരിക്കുന്നത് എനിക്ക് കൃത്യം അറിയില്ല. എങ്കിലും നിർദ്ദേശങ്ങൾ വന്നത് വായിച്ചറിയുവാനും പത്രങ്ങളിലൂടെ ഈ ദിവസങ്ങളിലൂടെ കൂടുതലായിട്ട് വായിച്ചറിയുവാനായിട്ട് ഞാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം നമുക്ക് ഇന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് നമ്മളോട് സംസാരിക്കുകയാണ്. നമുക്കറിയാം നാം ജീവിച്ചിരിക്കുന്നത് ജനാധിപത്യ രാജ്യത്തിലാണ്. നമ്മൾ നിശ്ചയമായിട്ടും ജീവിച്ചിരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലാണെന്നാണ് നമ്മൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ പൂരിപ്പിക്കപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആവിഷ്കാര സ്വാതന്ത്ര്യം അതിന്റെ ലിമിറ്റ് എവിടെയാണെന്നുള്ളത് ഇതുവരെ ആരും കൃത്യമായിട്ട് വ്യാഖ്യാനിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഒരു മനുഷ്യന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പല രീതിയിൽ ഓരോ ദിവസവും അത് റിന്യൂഡ് ആയിട്ട് വരികയാണ്. പല ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകങ്ങളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ റെലവെന്റ് ആണ്. നമ്മളുടെ സാമൂഹ്യ വ്യവസ്ഥിതിയിലെ ജനാധിപത്യത്തിന്റെ രീതിശാസ്ത്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് നമ്മൾ പരസ്പരം സംവദിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തത്. അത് നമ്മളോട് സംവദിക്കുന്നതും ജോസഫ് സാർ ആയിരിക്കുന്നത് ഏറ്റവും മനോഹരമായിരിക്കുകയാണ്. വേദിയിലിരിക്കുന്ന എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ റെസ്പെക്റ്റോടെ കാണുകയാണ്. നമ്മുടെ ബിനു സാറ്, ഓടി നടക്കുന്ന ബിനു സാറ് കൺസ്യൂമർ റിഡ്രസൽ ഫോറത്തിന്റെ ജഡ്ജായി എറണാകുളം ഡിവിഷൻ ജഡ്ജായി ഇരുന്നുകൊണ്ട് നിർണായകമായിട്ടുള്ള വിധികളൊക്കെ നടപ്പിലാക്കിക്കൊണ്ട് പുതിയ തലമുറയെ ഈ കാലഘട്ടത്തിന്റെ രീതിക്കനുസരിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ട് വരികയും പ്രത്യേകിച്ച് ആർട്ടിക്കൽ സംബന്ധമായും ഉപഭോക്തൃ സംബന്ധമായ നിയമങ്ങളെയും അവകാശങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് ഒരുപാട് സെമിനാറുകളൊക്കെ ആയിട്ട് വളരെ തിരക്കേറിയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ബിനു സാറ്, അതുപോലെ തന്നെ ജസ്റ്റിസ് രാജൻ സാറ് ഇവിടെ സന്നിഹിതനാണ്. അതുപോലെ തന്നെ നമ്മളുടെ സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ അഡ്വക്കേറ്റ് ജോസ് സാർ ഇവിടെയുണ്ട്, മോഹൻദാസ് സാർ ഇവിടെയുണ്ട്, ജെയിംസ് സാറിനെ നേരത്തെ അറിയാം. അതുപോലെ തന്നെ
ഐപ്പു സാറ് വേദിയിലുണ്ട്. ഇവരെല്ലാം ഒരുപാട് സ്നേഹത്തോടെ ആദരവോടെ കാണുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ സെന്റൻസ് ഒന്നുകൂടെ പറയുകയാണ്. വളരെ ഗംഭീരമായിട്ടുള്ള ഈ സദസ്സിൽ വിഷയത്തിന്റെ ഗൗരവവും ഗഹനതയും മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ഒരു യോഗത്തിന് എല്ലാവിധ ആശംസകളും അവാർഡ് ജേതാവിന് ഹൃദയത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി എടുത്തു പറയുകയാണ്. അത് ജനത്തിനുള്ള അവാർഡാണ്, പൊതുജനത്തിനുള്ള അവാർഡാണ്. ഒരു മാധ്യമ പ്രവർത്തകർ അത് ഏറ്റുവാങ്ങുമ്പോൾ അത് അദ്ദേഹം മണിപ്പൂരിൽ നിന്ന് വരുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ജനത്തോടുള്ള കമ്മിറ്റ്മെന്റിനെയാണ് അത് കാണിച്ചു തരുന്നത്. ഈ കാലഘട്ടത്തിൽ ഇത്തരം മാധ്യമ പ്രവർത്തകർ നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മളെ നയിക്കുകയും നമുക്ക് വേണ്ടുന്ന സാമൂഹിക ചുറ്റുപാടുകളെ ഉണർത്തുകയും ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നന്ദി, നമസ്കാരം. ഔപചാരികമായി നമ്മുടെ സെമിനാർ നിലവിളെ കൊടുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് കെ ജോസഫ് സാറിന് ക്ഷണിക്കുന്നു. നമ്മുടെ RTA അവാർഡ് ഡിക്ലറേഷനാണ്. അതിനായിട്ട് CS രാജൻ സാറിനെ സെലക്ട് ചെയ്യുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇന്നത്തെ ഈ സുദിനത്തിൽ ഇവിടെ ഇക്കൊല്ലത്തെ പുരസ്കാരം ആർക്കാണെന്ന് പറയാറുള്ള അസുലഭാവസരം എനിക്ക് കൈവന്നിരിക്കുകയാണ്. ഇക്കൊല്ലത്തെ ശ്രീ പത്മനാഭന്റെ പേരിലുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ശ്രീ കെ രാധാകൃഷ്ണനാണ് എന്നുള്ള വിവരം സസന്തോഷം ഞങ്ങളെ അറിയിക്കുക. ഒരുപക്ഷെ നമ്മൾ ഈ 24/7 എന്ന് കേൾക്കുമ്പോൾ അതിൽ ശ്രീകണ്ഠൻ നായരെ ചാനലായിട്ടാണ് അറിയപ്പെടുന്നത്. അങ്ങനെയല്ല, അതിൻ്റെ പിന്നിൽ വേറെയും ഹൃദയസ്ഥരായ ചില ആളുകൾ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് ജനങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു ഉപാധിയാണ് ശ്രീ രാധാകൃഷ്ണൻ നമ്മൾ കൊടുക്കുന്ന ഈ സമ്മാനം. ഇത് അദ്ദേഹത്തിൻ്റെ ശിരസിൽ ഒരു പൊൻതൂവലായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.
ഇവിടെ ഇന്നത്തെ അവാർഡ് ജേതാവ് ശ്രീ ആർ രാധാകൃഷ്ണന് കൊടുക്കുന്ന സൈറ്റേഷൻ്റെ വായിക്കുന്നതിനായിട്ട് ജസ്റ്റീന കെ അഗസ്റ്റിനെ കുറിച്ച് രാധാകൃഷ്ണൻ കൊല്ലം ജില്ലയിലെ പട്ടംതാനം അമ്മനറിയിലെ കേരള സെക്രട്ടേറിയറ്റിൽ നിന്നും ജോയിന്റ് സെക്രട്ടറിയായി വിരമിച്ച ടി രവീന്ദ്രൻ നായരുടെ മകൻ. കൊല്ലം ക്രിസ്തുരാജ് കൊട്ടിയം NSS കോളേജ്, കൊല്ലം SN കോളേജ്, ചൗധരി ചരൺ സിംഗ് യൂണിവേഴ്സിറ്റി മീററ്റ് എന്നിവിടങ്ങളിലായി നിയമബിരുദ പഠനം. കൊല്ലം SN കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായിരിക്കെ മാധ്യമ പ്രവർത്തനം ആരംഭിച്ചു. തുടക്കം പ്രാദേശിക ടെലിവിഷൻ മാധ്യമ ചാനലിലൂടെ, പിന്നീട് നിരവധി ഉപഗ്രഹ ടെലിവിഷൻ ചാനലുകളിൽ മാധ്യമ പ്രവർത്തകരായി സേവനമനുഷ്ഠിച്ചു. ഇപ്പോൾ 24 ന്യൂസ് ചാനലിന്റെ സീനിയർ ന്യൂസ് എഡിറ്ററായ രാധാകൃഷ്ണൻ ഡൽഹി റീജിയണൽ ഹെഡായി പ്രവർത്തിക്കുന്നു. വിവരാവകാശ നിയമം നിലവിൽ വന്ന സമയം മുതൽ മാധ്യമ പ്രവർത്തനത്തിന്റെ ഉത്തമ താല്പര്യാർത്ഥം വിവരാവകാശ നിയമം വഴി വിവരങ്ങൾ ശേഖരിക്കുകയും മാധ്യമ പ്രവർത്തനത്തിലൂടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു. കേരള പോലീസിലെ ക്രിമിനൽ ബന്ധമുള്ള ഉദ്യോഗസ്ഥരുടെ വിവരം പ്രസിദ്ധീകരിക്കണമെന്ന കേരള ഹൈക്കോടതി വിധി രാധാകൃഷ്ണന് അനുകൂലമായി സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ പുറപ്പെടുവിച്ച ഉത്തരവിനെ ചോദ്യം ചെയ്ത കേരള ഹൈക്കോടതി കേരള പോലീസ് നൽകിയ ഹർജിയിൽ ഈ കേസിൽ രാധാകൃഷ്ണൻ നേരിട്ടാണ് ഹൈക്കോടതിയിൽ തന്റെ ഭാഗം അവതരിപ്പിച്ചത്. കല്ലുവാതകൾ വിഷമദ്യ ദുരന്തവുമായി ബന്ധപ്പെട്ട പ്രതികളുടെ ആശുപത്രിവാസവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത് ഏറെ ശ്രദ്ധ നേടി. മന്ത്രിമാരുടെ ചികിത്സാ ചെലവുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിവരാവകാശ നിയമത്തിലൂടെ രാധാകൃഷ്ണൻ പുറത്തു കൊണ്ടുവന്നത് ചർച്ചയായി. ദേശീയ തലത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെതിരെ ദേശീയ വിവരാവകാശ കമ്മീഷൻ 10ഓളം അപ്പീലുകൾ സമർപ്പിക്കുകയും 3 അനുകൂല ഉത്തരവുകൾ നേടുകയും ചെയ്തു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ വിവരാവകാശ നിയമത്തിലൂടെ ആദ്യമായി കേരളത്തിൽ പുറത്തു കൊണ്ടുവന്നതും ആർ രാധാകൃഷ്ണനാണ്. തിരഞ്ഞെടുപ്പ് ബന്ധവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ അനധികൃത സമ്പാദ്യവുമായി ബന്ധപ്പെട്ടും തെറ്റായ ജാതി സർട്ടിഫിക്കറ്റ് നൽകി ജോലി നേടിയ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും വിവരാവകാശ നിയമം വഴി വിവരങ്ങൾ കരസ്ഥമാക്കി തന്റെ മാധ്യമത്തിലൂടെ പ്രസിദ്ധീകരിച്ചു. മണിപ്പൂരിലെ കലാപ മേഖലകൾ സന്ദർശിച്ചതിനു ശേഷം അവിടെ നിന്ന് നേരിട്ടാണ് ഈ അവാർഡ് സ്വീകരിക്കാനായി രാധാകൃഷ്ണൻ എത്തിയത്. അടുത്തായി RT അവാർഡ് ശ്രീ ആർ രാധാകൃഷ്ണൻ സാറിന് നൽകുന്നതിനായി ജസ്റ്റിസ് KM ജോസഫ് സാറിനെ സ്നേഹപുരക്ഷയിരിക്കുന്നു. സ്വീകരിക്കുന്നതിനായി ശ്രീ രാധാകൃഷ്ണൻ സാറിനെ സ്നേഹപുരക്ഷയിരിക്കുന്നു. എല്ലാ ഗസ്റ്റുകളും safeguarding democracy, role of freedom of speech and expression in India. പ്രഭാഷണത്തിനായി ആദരണീയനായ ജസ്റ്റിസ് KM ജോസഫ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. All the distinguished guests on the stage, distinguished members of the audience, as Father Anton described you very correctly, all being members of the press. Actually, I am an unsuspecting victim of the exercise of the freedom of speech and expression by a former senior of mine, Sri Mohandas. I came back on the 24th after a time. So within a week or so, I got a call saying that there's a function in Chavra Cultural Center, and just come and give a talk. Just give an external talk. Unsuspecting and naive as I was, I felt brave, and that's how I am here before you to talk on a subject which, however, I consider very serious, as Father Randall said. Because a lot of misconceptions about the scope of the fundamental right to speech and expression. India, as you know, became an independent country
by the passing of the Indian Independence Act in 1947. A Constituent Assembly was constituted with 6 members, in fact, from the state of Travancore and from all other parts of the country, very eminent people. They deliberated, and finally the Constituent Assembly adopted the Constitution on the 26th of November 1949. To commemorate the day Congress declared Purna Swaraj, which is the 26th of January of 1930, it was decided that we will become a republic on the 26th of January, but in 1950. So the Constituent Assembly adopted it in November 1949, and we became finally a republic on the 26th of January 1950. So what is the preamble? As you all know, the preamble, like in a statute, we have a constitution. In the constitution also we have a preamble. The preamble is a part of the constitution, and it is a key with which we can open the magnificent palace which you can describe as a constitution. It gives you a brief overview of what the constitution contains. It declares that India shall be triple S, the sovereign, socialist, which was socialist was added by the 42nd Amendment, which was not there originally in 1949. Socialist and secular. I'm sorry, socialist was secular was added. Socialist and secular was added in 1982, and that's represented by the 42nd Amendment. But as it stands today, it has 3 S to it. That is sovereign, socialist, secular, and a democratic republic. I'll come to the importance of these words as I progress. Now, this is the broad framework of the country, the political framework. Now, what are the further goals, and how do we achieve these goals? They are set out again in the preamble. It says that the goals are to be, firstly, you should have liberty of thought, you should have liberty of belief, expression, you should have equality of status and opportunity, and we should have fraternity, the dignity of man. And by the 76th Amendment, they've also added the words sovereignty and integrity. Now, these are not enforceable as such, a preamble. So you have to go to the body of the Constitution. So in the Constitution, it's one of the longest, perhaps it's the longest Constitution in the whole world. It runs into as many as 395 articles. In comparison, if you look at the US Constitution, which was adopted in the year 1789, and with the 10 amendments which are together known as the Bill of Rights in the year 1791. And it has been amended only less than 30 times. The Constitution runs into maybe 1 by 20th of our Constitution. And after about 220 years, it has been amended only about 28 times. Whereas we are just about 74 years old, and we have already amended it more than 100 times. The Constitution undoubtedly contemplates a democratic form of government. Now, democratic form of government, we have chosen the Westminster model, which is the British Parliament. The head of the state is the elected president, elected through the representative, as you know, in direct election. And with the Council of Ministers finally calling the shots, but stops at the table of the Council of Ministers, whose advice is ordinarily binding on the President and the Governor. There are a few circumstances in which they have discretionary powers, but they are by far very limited. They are accountable to Parliament. Parliament is elected by the people. So we have a system of
indirectly elected representatives finally calling. It's a form of democracy, direct democracy like you have in the US where the president is directly elected. So this is the broad framework. Now when they framed the constitution, they had before them various models from various parts of the world. In particular, they had, of course, the British model in terms of which the government has been modeled. They had the Bill of Rights from the US Constitution, which we call loosely as the fundamental rights. Also, the directive principles, which you have taken from the German Constitution. Now, if you look at Part 3, which brings up the fundamental right to freedom of speech and expression, which is what we are concerned with, you find it in Article 19. 19 says freedoms, not rights, freedoms. Under the chapter, under the 19(1)(a), it says that every citizen shall have the right of freedom of speech and expression. So you will mark these words, every citizen. There are a lot of people living in this country who are not citizens. The fundamental freedoms under Article 19 are available only to the citizens. Whereas, for example, Article 14, Article 21, they are available to persons who are not citizens but who are in India. 19(1)(a) says, as I have said, right to free speech and expression. Now, Father was saying, what is the ambit of this freedom? There are people from different community, different walks of life, different capabilities, abilities. Some are differently abled, whom we formerly call the handicapped. For example, you have somebody who's mute, who can't speak. So it doesn't mean that he does not have the right of the freedom of speech and expression. No. You can express in any manner which is lawful, which means which you can communicate to somebody. You can draw painting, you can draw a cartoon, you can make a movie, you can do a comedy show, you can make a sculpture, a piece of art. Anything which is good enough for you to convey your ideas to your fellow citizens or non-citizens, whoever it is in the world. In fact, in Mahatma Gandhi, the court held that the ambit of the right in Article 19(1)(a) is such that it can be exercised by an Indian citizen even abroad. So if you're an Indian citizen, you can't say that you lose your right the moment you leave the shores of the country. Now, immediately it brings up the question as to, I have said that you can express it in any form which is possible. Today's world has opened up so many new possibilities in terms of technological advances that have been made, the internet, social media. Now, the question will naturally and necessarily immediately arise whether it is an absolute right. The first place to think of an absolute right is to think of a person who is naive enough to be called a fool. There is nothing like an absolute right, except perhaps the ultimate reality, God, as we call it. There is nothing absolute. Everything is susceptible to change, modification, decay, and annihilation finally. So, it's equally true about the fundamental right, though it is described as a fundamental right. You should realize why it is called a fundamental right. See, the right of speech is a common law right, which means it is a right which is always available. It was put on the higher pedestal of a fundamental right for the reason that the legislature, the lawgiver, the lawmaker, parliament or the state legislature is prevented from making a law in regard to fundamental rights and abridging them. That is the difference between an ordinary right and a fundamental right. So they cannot tomorrow pass a law and say that no, from tomorrow onwards you will not be free as you were free in the matter of expressing your opinion. If it is so done, unless it is protected by a provision to which I shall come to immediately,
it will be struck down by the court. So now what are those grounds actually? Article 19(2) provides that nothing in Article 19(1)(a) shall stand in the way of an existing law, a law which was existing at the time of the Constitution, or the competent legislature or the authority from making a law and regulating the fundamental right. Initially, at the time of the Constitution, when it was framed, there were 5 grounds on which you could make a law. They included security of the nation, defamation, contempt of court, decency and morality. Public order was not included. So that brings me to the first decision of the Supreme Court, which was rendered in the very first year, reported in the year in AR 1950, Supreme Court page 124, and that is a case of a communist who challenged the action of the Tamil Nadu government, Madras government at that time, which had passed a law which provided for maintenance of public order and sought to prevent the paper from having circulation in the Madras region. And it was governed by the Congress party at that time. And they wanted to perhaps put him down, suppress him. The matter went to court. Romesh Thapar, it's a very celebrated decision. They went to court, and therein it gave rise to 2 important propositions being laid down. The first, which will be of interest to people from the audience, because they belong to the press largely, it declared that unlike the First Amendment to the US Constitution, which proclaims that the press in 1789, mind you, the press will also have, expressly will have right of free speech. In India, 19(1)(a) does not expressly refer to the press having the fundamental right. But the Supreme Court said, just as members of the public have the fundamental right of free speech, the press also has a fundamental right of free speech, though it is not expressly mentioned. The importance of the fundamental right for the purpose of enlightening, educating, uplifting the levels of knowledge of the people of the country was spoken of by the Supreme Court, and the decision of the government was struck down by the Supreme Court. Back to back, the same year, 1950, Supreme Court page 129, in fact, immediately the same bench decided it. Brij Bhushan, he was operating in Delhi, the paper, and immediately in the aftermath of the partition, perhaps the government made a law which said, and under the law it said, you have to submit your paper for censorship before you publish it, which is a case of pre-censorship. They went to court and they said, this is a direct infringement of my fundamental rights of free speech and expression. The Supreme Court agreed and said, this cannot be done. Mind you, at this point itself, I must point out that this concept of prohibition against pre-censorship always not applicable to another form of free speech, which is cinema. In cinema, you will know that you have to have your get a certificate, and there is a little bit of censoring, not little bit, and perhaps a lot of censorship. You have the UUA, AAM, whatnot, and perhaps they don't even allow you to get certified. So there is pre-censorship in respect of one form of communication, whereas in the case of a newspaper, it is not there. That is the second case I'd like to speak for. The third case took place in the year 1962. And as a result of Romesh Thapar, by the First Amendment to the Constitution, the Parliament actually introduced the words public order in Article 19(2). So there were 5 grounds on which you could restrict free speech. They added one more, public order, because that was found to be lacking in Article 19(2), and therefore they said you have to have that also, that made its entry. In the interest of relationship with foreign countries, that was another, because if you have an avalanche of criticism which rocks the boat in respect of the friendly relationship with foreign countries, that may not be conducive to the best interest of the nation. So that was also added as
another ground in 1902. By the 16th Amendment to the Constitution, another, and which was the last of the 8 grounds which exist in Article 19.2 was added, which was sovereignty and integrity of the country. So as of today, to sum up, in 1902, which has provided the basis for putting reasonable restriction. The words reasonable restriction was not there originally, it was regulating, but reasonable restrictions were also added. And these are the not largely the only areas by which you can restrict or control the exercise of the right to free speech by a citizen. Now, you will immediately ask the question as to what would happen with respect of an economic policy of the government. How does it impact journalism? The first occasion that arose, of course, in the case of Express newspapers in 1957, I read that, comes Sarkar newspapers, which was in the year 1962. There was a law which passed in the year 1960 which provided for the newspapers Price and Pages Act. And under it there was a statutory order which was issued. And what it provided for in short was that the newspapers were compelled to either raise their price or to reduce the number of pages. The Supreme Court said you cannot compel a newspaper to actually determine the number of pages. That's a decision to be taken by the newspaper. We all know by now that newspapers do not and cannot survive on the basis of the price they receive for the newspaper. A paper which is priced at ₹8, for example, I was told by somebody from the press, the actual cost is about 26 rupees. So how do they make good the shortfall? The deficit has to be made good from advertisements. So if the government were to dictate to them that you will have X number of pages, you can't have more. To reduce the price, you correlate the price with the number of pages, the newspaper will immediately fall down. So these are all insidious ways in which a government can prevent actively stultifying the exercise of the fundamental right. So the court struck it down. In 1972, in a constitution bench decision, Bennett Coleman, the question arose in the following background. Newspaper was actually a scarce commodity. It was an essential commodity under Essential Commodities Act. Newsprint had to be imported. So the government of India said, we have a large number of large papers who are monopolizing. There are smaller newspapers. If we are going to distribute a scarce essential commodity like newsprint, by giving it over in accordance with demand, all the big newspapers will completely gobble it up. The newspapers, small newspapers, will be left without the raw material with which they bring out the newspaper. So Supreme Court said no. The majority said no. The majority said this is a clear attack on the freedom of the press. And if you compel them in this manner, again it will constitute a violation. Justice Matthew, who actually wrote a dissent, agreed with the government. And I am referring to this judgment for another reason, which will become clear as I go on. He said that very often the decision to publish news or a particular view is not exactly emanating from the editorial room. It will come from the room of the management. It's a business decision. So if you do not encourage the smaller newspapers, you may not get the whole of the truth. The papers themselves or the media will have an interest in projecting a particular view. It may also coincidentally happen, as it perhaps is true, that this particular restricted, narrow view of a whole thing flows from somewhere else, and that means the government. The powers that be could be calling the shots.
They could be aligned with the management. The management would be actually dictating the line the newspaper would take. And it is only that news which will come out if all of it is being controlled by the government. So it is necessary, according to Matthew, that you should have more people actually in the market. So please allow the newsprint to be distributed as per the government in a more equitable manner. Make it available to all so that the public gets. So the important thing which was laid down was the right which you are talking about under 1918 is really not the right to the management of a media house. It is the right of the reader, the person who reads it, the person who listens to a TV program. It is his fundamental right which is more important. This was in 1972. Now, thereafter, we have we have a few more decisions and I'll then come straight away on the issue. We had the Supreme Court holding that the right to vote is a facet of Article 19(1)(e). It is a very important progress which was made by the court because when a voter goes to the voting booth and he makes up his mind as to for whom I should vote, I should know about the candidate for whom I am voting. I should know why I am voting for him, what is his credential, what is his background, what is his past. So this aspect of the electoral process, namely a decision taken by an individual voter to vote for a particular candidate, is a facet of Article 19(1)(e). Another decision which comes to mind is the National Anthem case, which again emanated from Kerala. Students belonging to a particular religious sect, contrary to a government circular issued by the state of Kerala, refused to actually sing the national anthem. But they stood in respectful attention. They didn't say a word. They stood throughout the singing of the national anthem without any disrespect. The High Court, however, did not accept their contention that they had a fundamental right under 19(1)(e). When they went to the Supreme Court, what Justice celebrated one of the great stalwarts we had, he said that they did not disrespect. Now it is their conscience that if they do not wish to sing the national anthem for whatever religious belief they have, the fundamental right to speech includes the right also to remain silent. In other words, the positive includes negative. Straight away, I may just point out this aspect also. See, under section 161 of the CRPC, when there is an investigation going on, you can be called upon to give a statement to the police, the witness. Now, can he then say, I have a fundamental right to remain silent, following up on this? I will not divulge any detail who I know. That's my fundamental right. That will be taking it too far. There is a context for everything. The context of the right to sing, the duty to sing, which was thought to be cast on the students, and that too not by a law, but by a circular, which was another reason why the court interfered with. The court found that it was not permissible and the order was inspected. The last judgment, it's a very vast field, but I just covered it because one I spoke about. The last judgment is a recent judgment of the Constitution Bench of the court. There, the majority speaking through Justice V. Ramasubramanian. There are 5 questions before him. A minister in Uttar Pradesh, upon being told that there has been a horrific rape of a young girl, described it as a political conspiracy. A repetition was filed where relief was sought against the minister also, that the case be charged because he had violated the fundamental right under 1920. The case also came from Kerala, where a minister in Kerala also made a somewhat similar statement about our different contexts. So, 2 of the questions which arose was whether the grounds on which you can restrict the fundamental right of 19(1)(a)
could be expanded by the court beyond the 8 grounds. It was also considered as part of the second question as to whether when there is a conflict between two persons claiming the benefit of the same fundamental right, whether that will be a justification for adding one more to the 8 grounds under my deed. The court said on both these grounds, freedom of speech is supreme, and you cannot add even a single ground more to the 8 grounds which exist. In other words, except for the 8 grounds, where also you require a law, a law need not necessarily be by the legislature, it can be subordinate laws, legislation also. Once you have such a law, and if it passes a test of a reasonable restriction, you could possibly regulate it. Apart from that, please remember that every citizen has a near absolute right to speak freely, to express himself freely, like I said, in any form of communication. It is not restrained in any manner, and newer forms of communication will certainly emerge in the future. Please bear in mind one more thing. The First Amendment to the US Constitution guarantees a near absolute right of free speech. The extent to which it goes is sometimes mind-boggling, because I can just recall one case from the US Supreme Court. A man was being buried by his father. He was killed in the war in Iraq. He was homosexual. There's a group of people from a particular church, which was very kind of orthodox. Because he was a homosexual, they went near the funeral and they shouted out a lot of slogans. And the father of the dead soldier took the matter to court. He won a decree for damages, suit for damages. The US Supreme Court, however, overturned and said free speech is much more important. What we speak about hate speech in India today, much of it may not qualify as hate speech in the US. Because there the test is different. There the test is, unless it is an incitement to commit an act of violence, fighting words, it's called the fighting words theory. If you utter words which will ultimately culminate in a fight, then perhaps it becomes actionable. Otherwise, the idea, we started with the famous Justice Holmes. Justice Holmes propounded generally, distinguished in the US Supreme Court. He propounded the theory that, see, ideas are like goods in a marketplace. The best way for an idea to be accepted or rejected is to allow it to be marketed. The people will decide which idea is good, which idea is bad. Now, how do people finally decide which idea is good, which idea is bad? There, the test is finally truth. Now, truth has a way of finally revealing itself. So leave it to the people. Let ideas fight. Let not human beings fight. Let there not be violence. But let there be competing of ideas. The ideas, the best idea will finally succeed. Now, having said this, prelude to the topic, bring up the issue of democracy. Now, what is democracy? Democracy is said to be actually derived from two Greek words. Demos, which means people. Kratos, which means power, rule. Literally, it means governance by the people. Abraham Lincoln's much cliched definition, government by the people, of the people, for the people. George Bernard Shaw, in fact, said, it's a device by which you get the government that you deserve. Yatha Tatha, Tada Ratha, is our ancients have always said that. We get the government we deserve. So, the question arises, what really is democracy? I spoke about in the beginning that the preamble, the Constitution, the founding fathers were careful to say that we shall become a socialistic, democratic republic. Now, what is a republic actually? A republic is actually defined as a political framework in which the president or the head of the state is elected. In England, the British Queen
or the king or whoever it is, sovereign, is not elected. So UK is not a republic. India is a republic. We have our president who is elected. But is that the only reason why it is called a republic? No. Dr. Ambedkar, in one of his speeches, he spoke about the need to wed together the words democracy with the word republic. He said that it is not just that we are going to have universal franchise, which is ensured in Article 326 of the Constitution, that with the Representation of People's Act 1950 and 51. 18 years, it was 21, now it is 18. Anyone who is 18 years and who is not otherwise disqualified under the Representation of People's Act of the Constitution is entitled to go and cast his vote. That is democracy, because it is literally, they are casting their vote, they are electing the people, the majority party forms a government, they govern for the next 5 years. So that is democracy. No. That is merely formal democracy. That is a very basic need to be fulfilled to qualify a system as a democracy. You have so many different concepts of democracy. You have the concept of deliberative democracy. You have the concept of liberal democracy. You have the concept of economic democracy. In fact, the United Nations, the Human Rights Commission in 2002, has detailed a number of aspects which are indispensable to describe body policy as a democracy. They include respect for human rights and fundamental freedoms. So merely because you have a namesake election doesn't become a democracy. You'll have to we'll have to see whether this is a country where you really respect human rights, whether you respect human freedoms. Now, human freedom includes the freedom under 19(1)(a), specifically so. Separation of powers. Is it a country where there is separation of powers? Is it a country where there is independence of the judiciary? Is there rule of law? Do you have a press which is independent and which has a different shades of views? And finally, whether you have freedom of speech and expression. Unless you have all these things which I have catalogued, it does not become a democracy. No, deliberative democracy is a democracy in which the citizens do not abdicate their duty to participate in the democratic process. They do not sit at home and just go and cast their vote and say, okay, I have done my duty. That's it. Now you are supposed to govern. I will not do anything. That is not the duty of the citizen. Because you should realize one important thing. It was Rousseau, the great philosopher, who said, how does the state actually come into being? There are different theories. One of the theories which is generally accepted is the social contract theory. A state is born when all of us get into this unseen contract, where actually all parties to a contract. We are agreeing to live in this country because there is an unsaid, unwritten contract that I give up many of my rights, but I get a lot of rights. It's a reciprocal kind of a situation. So there is a contract which governs us. We retain many rights. So those rights, some of them are common law rights, but now they have been elevated to the status of fundamental rights, and they include fundamental right of free speech. So when you have this kind of a deliberative process, which is necessary for the sustaining of democracy, you have economic democracy. Now, if you see the definition of economic democracy, it means that it is a democracy in which the living wage, where all the persons, living citizens are entitled to live in an economically viable condition. The directive principles of state policy, though not actually enforceable as such, they guarantee that you should have, they say that the state should strive to have living wages. It is not just a uniform civil code that the directive principles speak about. There are a host of directive principles.
So this is again subject to the capacity of the government at a particular point of time, and its economic philosophy policy, which is the priority which I have to fulfill. But this is where in Minerva Mills scheme, the constitution bench had to consider the question as to how we will fulfill all the objectives. Can we ride roughshod? Can we trample upon fundamental rights, which is what they tried to do by virtue of Article 31C, giving a protection to any law, which is supposed to actually attain the goals of the directive principle. The court said no. Supreme Court said no, because fundamental rights and directive principles are the two wheels of a grand chariot. Both are needed, but fundamental rights are transcendent. They will trump over the directive principles. However, over a period of time, directive principles have also begun to assume great significance. Because knowing the ideals, the economic, because you see, I have said the beginning that the preamble says that you should have justice. That is the first part of the preamble. Now, justice is again elaborated and defined as social, economic, and political. Political justice was sought to be sort of established through conferment of universal franchise. We thought that we had achieved it because 1951 the Representation of People's Act was made. So you have a right to vote, and that's political justice, irrespective of color, caste, religion. Unlike even the US, where the right to vote was given to the women, and it created a huge furor under the 14th Amendment to the Constitution, states protesting it. So the other aspects about justice is social and economic. Now, they are sought to be achieved through laying down the directive principles. The states are bound to bear that in mind when they make a law, when they do any executive action. Judges are bound to bear that in mind, directive principles. You can uphold a law, strike down a law, which is without taking note of it. So, democracy has a much more deeper meaning, not a superficial meaning, as a formal democracy. This is the democracy that we must be thinking about when we are actually thinking about the topic that we are discussing today. And that brings us to the importance of the freedom of speech and the journalistic freedom, and which we are talking about. I have spoken about the advances that have been made by the courts, including recognition of the unique position of the press. Every time the case has gone to the court, or almost every time, except where it's economic, like wages for the journalists and things like that, it has been upheld, such laws. The Supreme Court has very proactively come to the rescue of the press, or those who are conducting managing the press. And now we have the media, visual media, which is taken over. We have also the more recent phenomenon of social media. See, you should realize that as far as the press is concerned, it is a very pivotal, important role. It's described as a fourth estate with a great deal of responsibility after the first three estates. Such is the importance that in 1789, when the US Constitution was made, they give a specific express reference to the freedom for the press. We have not done that, but by decision of the courts, that is recognized. So why is it important that for a democracy that the freedom of the press is there? You see, if you look at the deliberations in the Constitutional Assembly, in 1919, the Government of India Act was first piece of constitutional legislation, you can call it. And then we had the Government of India Act of 1935. When the founding fathers actually deliberated during the Constitutional Assembly, they were actually already aware of what is possible in the future when elections are held. There are references in the Constitutional Assembly debates about the possibilities of wrongdoing by politicians. They were aware that it is possible that you would have all kinds of, I may be pardoned, scoundrels who do the rounds as politicians. They wanted information to be disseminated freely to all sections of the citizenry,
so that the citizenry will make democracy work. Democracy cannot be what you see. If you have a muscle, you have to exercise your muscles. If you have a brain, they say, there's a thing called brain pruning, which is that parts of your gray cells which you don't use, the brain slowly discards. And particularly with the onset of age, they say, please try to learn. I am more interested now in the retirement stage. So you have to actually go the extra mile, and you have to try and think of new ideas, learning new skills. That keeps the brain alive. Just the same way, in a democracy, the citizenry has a duty to both, not only to itself, but to the future generation, more importantly. One, no other than your own children, your grandchildren, and to the rest of your countrymen. To see that you leave behind a state as good as, if not much better than what you found. That is an eternal duty which is cast on us. Because you cannot expect the legislator or the other sections of other organs of the state to always behave in a perfect manner. This is a legacy which we got from the days of the Constitution, because we know what is happening today continues to shock us. I am sure I am shocked every day that I read the newspaper about what goes on in the name of politics. It shocks me without any end that we can have our resources being frittered away in forms of corruption, which I find absolutely scandalously shocking. When a good part of our population continues to hover around the poverty level or below the poverty level, how do we describe ourselves as anything but a country still actually struggling to come out? You may have made a program. We put it in manufacturer cycle in 1950. We are launching satellites in space today. We have made progress. We cannot be cynical about it. We cannot, fail to see the progress we have made. We have to give credit where it is due. But giving credit where it is due does not mean that you slip into complacency and then that everything will happen on its own. And whatever is the wrongdoing that is going on, if we say that we will not criticize it because anyway everything is otherwise doing well, then we are failing in our duties. Whenever there is a wrongdoing, in whatever mode you want, which is permitted under the law, and particularly under Article 19(1), writing an article, giving a speech, appearing in an interview, and there I add the caveat. When you talk about your participating, there are two things which comes to my mind. One is you should be equipped with information. When I listen to some of the TV debates, what I have found is that people who attend those debates may not have the fullest of facts with them. At best, the information they have is imperfect. So imperfect that what they are disseminating to the people who are glued to the TV sets and who perhaps think that whatever each word that comes from the TV set is a gospel truth, they are completely mistaken. You actually take the whole public for a ride. So the first duty is to have persons who participate in debates, who write articles in the newspapers, themselves actually equip themselves with full facts. Because there is no greater truth than truth itself. Truth as comments itself to us. That truth can be understood by us only if you get all sides of the picture. Otherwise, you will be accused of being biased. Now, as a judge, one of the things we learn, the fundamental principle is that judge shall not be biased. It cannot be a judge in his own cause. Now, when you actually apply it to the person participating in a debate or writing an article, if he has a hidden agenda or an agenda which is not perhaps not hidden, and he says that I am with this group, I am with that group, that is the greatest disservice that you can do. I am bringing up the issue of TV shows that I continue to watch, despite many of my
relatives saying that we have actually switched off the news program. We don't ever watch it. I continue to watch some of those programs. I don't want to name any channels, but I keep thinking that someday they will change. But no, it goes on and on and on and on. And mind you, see the problem is that you may think that many people may not watch it. No, there are channels which have political allegiances. The people who watch the channel, they go home with the feeling that is the gospel truth. They don't cross-check it with other channels. So they live in a colossal sea of ignorance. An ignorant man goes and casts his vote. He participates or refuses to participate in the deliberative democratic process. See the kind of result it produces for that democracy. Another feature which I have found is the anchor. The most important person today, after the postman, I say the postman because a little humorously, many times in the courts we get the report, the service is not complete. The postman can write, the person is not there, he will left. So that will determine the fortune of a case gets there. Fresh notice. He's so powerful. But look at the anchor. The first thing I find about the anchor is, and I watched it, tried to contrast it with programs on the BBC and the other channels. The anchor in the BBC, I'm taking the name because the channel I believe it. So he asks a question, allows the participant, who actually is guests. He doesn't insult them. He allows them to speak, listens to them. The pool of information which is gathered in the show is imbibed by the listener. He goes home, he analyzes it, assesses it, and then he forms his views. That is democracy. That is the fourth estate. See what happens in our channels. I don't want to name any of them. To begin with, they are openly biased, openly partisan. They don't make any bones about it. They will mute persons who are speaking, which is against what they are saying. They will allow a participant from their group to outshout the other person. The result is, and at times all of them speak together. It's a babble of voices. Nobody understands what is saying. He's saying, you don't see. I told you in the beginning, Supreme Court has recognized the freedom of speech which is guaranteed to the press and to the media, visual media, is not their freedom. It is not the freedom of so you should realize, a person has a right to do business. A channel which is launching a new channel, it may have a business interest. It may be making profit. Nothing wrong with it. As long as the interest of the business group is confined to running it in a manner which is permitted under the law, that's fine. The moment that the business interest is allowed to come into the open and clash with their journalistic duty, the result is calamitous. Calamitous for democracy and for the listener. This is the most important thing which is happening, and this is what I believe this is Matthew wrote in the dissenting judgment, which I think is prophetically coming true. Business groups getting together, their alignment with the government, whichever party it is, that is not the whole idea. The whole idea is finally to find the truth, to allow the citizenry to exercise their rights in the best possible manner so that the best political formation, the most honest, because I think the word I am very oversimplistic and backward when I use the word honest. I think today, that we have reached a stage where better use the word immorality. Like today is that. It's okay to be dishonest. Nothing wrong with being a little corrupt. The means justify, the end justifies the means. So this is where it's all connected to the electoral process. If the persons who are in power, they would naturally want to continue in power. There's nothing wrong with it. But the point is, does the media have to lend itself
as a helping hand to the political parties. Stop a debate when the debate is necessary. I have no hesitation in saying. For example, take the case of Manipur. It's a very controversial subject. I am not, planning to point fingers at any political party. It's not the politicians. But was there unanimity? I was wondering, perhaps the winner of today's prestigious prize would know a lot more about it. Was there unanimity in the national press? For example, if all of them spoke at the same time, giving quality time, priority time. See, what happens many a time in the press is, if you ask them, yes, we have covered it. They will cover it at the midnight, then nobody will be there. How you prioritize it? Is it something which, each one will look inwards and find that this is a matter of such the greatest priority that all of us will have to speak together? There are issues where you have to speak together. When somebody is getting killed, house is being ravaged. Somebody sent me a video actually. I thought I should relate that to you. A law professor enters into a classroom. A lot of students sitting there. He says that lady sitting in a blue dress, please get out of my classroom. So he said, what wrong have I done? I don't want to say it and repeat it again. Please get out. So all the other students are looking shocked, shell-shocked, and they are not reacting. So the student walks out. Then the law professor says, what is wrong? And says, did any one of you utter a word when I said you get out? So he wanted to demonstrate to them what you would perhaps at the end of a lifetime learn about law with that simple question. And that simple question is, when it doesn't pinch you, you can remain silent. Doesn't affect you. But finally, what affects others may affect you as well. So it is your collective duty. The idea of concept of rights, legal rights, fundamental rights. Rights are, have two dimensions to it. See, every individual loves himself. I am here to do what I like doing, what I love doing. I take my life forward, I earn a livelihood. I realize myself. My personality development takes place in the course of my life, hopefully. This is the whole thing. Nothing wrong with loving oneself. Pursuing your talent, doing the best you can. The Constitution also recognizes that because Article 51A, which deals with fundamental duties, it says that it shall be the fundamental duty of all citizens to strive for excellence in whatever they do. To have an inquiring mind, this is what the Constitution says, have a scientific temper. Now, if you have a scientific temper and if you want to be excellent, there is nothing wrong with it, that's your fundamental duty. But that is not the whole of it, doesn't end with it, because you are a social being, you are living in a society, and the social contract theory and the Constitution, which is modern law, is ultimately based on everyone pursuing their own self-interest at the same time, bearing in mind the rights of others. You cannot live as in island, you cannot be isolationist. We are affected by what happens to the others, which is why you have the concept of social justice. You have the concept of economic justice. If you have poverty around and if you do not care about it, one day it will catch up with you. That is one advantage which I can just from my little knowledge. In Kerala, for example, we have had, very fortunately, I believe, a society which has recognized the need to deal with economic, social injustice at a very because I have been in Uttarakhand, I have been in Delhi, I have seen how things work there. And I feel proud that I grew up in Kerala and I have seen whatever moments we have had, all of it put together.
as produced, because it cannot be done by law or the constitution. It has to come from the people, from us. And we have a duty to deal with that aspect. Now, democracy is, in other words, finally, if I may point out, a very fragile institution. It will break. It will not sustain, not survive, unless we the people, the first words of the preamble, we the people gave to ourselves the Constitution. It's actually we the people itself is a controversial thing, because the members of the Constitutional Assembly were not really elected directly by the people. They were members of the legislative body, the representatives who went and became members, and they became the first parliament until 1951, the first election took place. So ultimately, without our coming into the forefront of the fight to keep democracy alive, I fear that, with perhaps the best interest, best intentions of all the parties which are, I am not blaming any party or anything of that sort. But what is important is the duty combined with the right, the freedom of speech and expression and its wide ambit, that I wanted to just share a few thoughts with you. I'm sorry if I have overshot the time. And I thank you for your dedication. Thank you, sir. This is P. Mohandas, sir, from the society. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇന്നത്തെ മുഖ്യ അതിഥി KM ജോസഫ് സാർ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു പ്രസംഗത്തിന് പ്രസക്തി ഇല്ല എന്നൊരാൾക്ക് തന്നെ പറയാം. കാരണം അദ്ദേഹം 10 മിനിറ്റ് ഞാൻ സംസാരിക്കുള്ളൂ എന്ന് വാർത്ത എന്ന് പറഞ്ഞു. അദ്ദേഹം സംസാരത്തിന്റെ ഫ്ലോയില് ഭരണഘടനയുടെ കോർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച് കാച്ചിയെന്ന് പറയാം. സാർ ഇതിനുള്ള നേരത്തെ ഞങ്ങൾ സംഘടിപ്പിച്ചിരുന്നത് ലോ സ്റ്റുഡൻസും ലോയേഴ്സും ഈ സദസ്സിൽ ഉണ്ടാകണമെന്നായിരുന്നു. ശരിക്കും അവരാണ് ഇത് മിസ് ചെയ്തത്. കോൺസ്റ്റിറ്റ്യൂഷൻ, ഫണ്ടമെന്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും ലിങ്ക് ചെയ്ത് സാറിന്റെ ഇന്നത്തെ സ്പീച്ച് അതിലൊക്കെ റെക്കോർഡ് ചെയ്തതാണ്. ഞങ്ങളുടെ സ്റ്റുഡൻസ് ആണ് ഇത് യഥാർത്ഥത്തിൽ ശരിക്കും കേൾക്കുന്നത്. കുറച്ച് മീഡിയ പ്രവർത്തകർ കേട്ടത് വളരെ സന്തോഷമുണ്ട്. ഇനി ഒരു ഒക്കേഷനിൽ സാറ് ആർട്ടിക്കിൾ 44നെ കുറിച്ച് സംസാരിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ അതിപ്പോൾ ഒരു കോൺട്രവേഴ്സി ആയി നിൽക്കുന്നതുകൊണ്ട് അതിലേക്ക് കടന്നില്ല. പക്ഷെ മറ്റു ഒക്കേഷനിൽ സാർ അത് ഇവിടെ സംസാരിക്കേണ്ടതുകൊണ്ട് ഞങ്ങളൊരു അഭ്യർത്ഥന ഈ അവസരത്തിൽ വയ്ക്കുകയാണ്. ഇത് പ്രവാസി ലീഗൽസിലും ജവഹർ കൾച്ചറൽ സെന്ററും കൂടി ഓർഗനൈസ് ചെയ്തൊരു ലെക്ചർ പ്രോഗ്രാമാണ്. തീർച്ചയായിട്ടും ഇതുപോലെ ഒരു സീരീസ് ഓഫ് പ്രോഗ്രാംസ് ഉണ്ട്. നമുക്ക് എന്താ പറയുന്ന ഇന്ത്യൻ ജുഡീഷ്യറിയുടെ അഭിമാനമായ KM ജോസഫ് സാറിന്റെ പ്രസംഗത്താണ് ഇന്നത്തെ ഏറ്റവും വലിയ അദ്ദേഹത്തിന്റെ വാക്കുകൾ, ഭരണഘടനയെ കുറിച്ചുള്ള ആധികാരികമായ വാക്കുകൾ. ഭരണഘടനയെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരുപാട് ജഡ്ജ്മെന്റുകളുണ്ട്. ജൂറിസ്പ്രൂഡൽ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് ഇപ്പോൾ വിശദീകരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ആദ്യം ഇങ്ങനെ സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ യോഗം ഒരുപാട് വൈകുന്നത് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന്റെ ഒരു ആക്ടിവിസ്റ്റ് ആയിരുന്ന ലേറ്റ് പത്മനാഭൻ മെമ്മോറിയൽ അവാർഡിന് അർഹനായ മിസ്റ്റർ R. രാധാകൃഷ്ണൻ അവർ, അദ്ദേഹം മാധ്യമ പ്രവർത്തനത്തിന്റെ ഊർജം മണിപ്പൂർ വരെ പോയി പ്രവർത്തിച്ചിട്ടാണ് അദ്ദേഹം ഓടി ഈ സദസ്സിലെത്തിയിരിക്കുന്നത്. ആ അവാർഡ് ജേതാവിനെ ഞാൻ ഈ അവസരത്തിൽ എല്ലാവിധ അനുമോദനവും അഭിനന്ദനങ്ങളും ഞാൻ അർപ്പിക്കുകയാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, കാരണം സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു. ഇനിയും സംസാരിക്കാൻ ആളുകളുണ്ട്. എല്ലാവർക്കും ഞാൻ ഭാവങ്ങൾ തരുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. അടുത്തതായി ആശംസകളൊക്കെ സംസാരിക്കുന്നതിനായി കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷന്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് കൂടിയായ GP ബിജു സാറിനെ സ്നേഹം. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഫാദർ, മുഖ്യ പ്രഭാഷണം നിർവഹിച്ച ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ജോസഫ് സാർ, അവാർഡ് സ്വീകരിച്ച
വിശിഷ്ടാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അദ്ദേഹം ഇവിടെ നടത്തിയത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ജസ്റ്റിസ് കെ കെ മാത്യു ഏറെ സർഗധനനായ ഒരു ന്യായാധിപനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നീതിമാനായ പുത്രൻ ഏറ്റവും പ്രഗത്ഭമായ രീതിയിൽ തൻ്റെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ചു എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇനിയും അദ്ദേഹത്തിന് ഏറെ കാലം ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ജസ്റ്റിസ് മാത്യുവിനെ കുറിച്ച് നിരവധി കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും. അഗാധമായ വിജ്ഞാന ദൃഷ്ടിയും സാഹസികമായ അന്വേഷണ ബുദ്ധിയായിരുന്ന ജസ്റ്റിസ് കെ കെ മാത്യുവിൻ്റെ ഓരോ വിധിന്യായവും സർഗ പ്രക്രിയയായിട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. പാരമ്പര്യ മാർഗങ്ങളിലൂടെ പാരമ്പര്യേതര നീതി സ്രോതസ്സുകൾ കണ്ടെത്തിയ ന്യായാധിപ പ്രതിഭയായിരുന്നു അദ്ദേഹം. ഭാരതീയ നീതിശാസ്ത്രത്തിൽ അതുല്യനായ പാണ്ഡിത്യമുണ്ടായിരുന്ന അദ്ദേഹം എല്ലാ തരത്തിലുമുള്ള വിദേശ രാജ്യങ്ങളിലെ വിധിന്യായങ്ങൾ കൂടി സ്വാംശീകരിച്ചുകൊണ്ടാണ് വളരെ സുപ്രധാനമായ വിധികൾ കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും രചിച്ചത്. അതിനൊരു പ്രധാനപ്പെട്ട ഒരു ജഡ്ജ്മെന്റ് മാത്രം ഞാനിവിടെ സൂചിപ്പിക്കാം. സാധാരണഗതിയിൽ ഇപ്പോൾ സ്പീച്ചിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. സംഭാഷണങ്ങൾ പലപ്പോഴും അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ അതിരുകൾ ലംഘിക്കുന്നു, അല്ലെങ്കിൽ പ്രസംഗങ്ങൾ ലംഘിക്കുന്നു എന്നൊക്കെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നൊരു സാഹചര്യമാണ്. ആലത്തൂർ റെയിൽവേ സ്റ്റേഷനിലെ ഒരു ജീവനക്കാരൻ അവിടെ നടത്തിയ ഒരു ചെറിയൊരു സംസാരം, അന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നടക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ അദ്ദേഹം നടത്തിയ ഒരു ആനുഷാംഗികമായ ഒരു പരാമർശം, കൂട്ടുകാരെല്ലാം ഇരിക്കുന്ന അവസരത്തിൽ നടത്തിയ ഒരു പരാമർശം, യഥാർത്ഥത്തിൽ നഷ്ടം പാകിസ്ഥാനല്ല ഇന്ത്യക്കാണ് സംഭവിച്ചത്. കൂടുതൽ ആളനാശം സംഭവിച്ചത് പാകിസ്ഥാനല്ല ഇന്ത്യക്കാണ്. യഥാർത്ഥത്തിൽ കൂടുതൽ നാശങ്ങൾ വിതച്ചത് പാകിസ്ഥാനാണ് എന്ന് അദ്ദേഹം നടത്തിയ ആ ഒരു സംഭാഷണം പിന്നീട് രാജ്യരക്ഷാ നിയമപ്രകാരം നാരായണൻ നായർക്കെതിരെ കേസെടുത്തു. അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെട്ടു. അതിനെ സംബന്ധിച്ചുള്ള അപ്പീൽ വന്നു. ജസ്റ്റിസ് കെ കെ മാത്യുവിന്റെ ബെഞ്ചിനാണ് ഭാഗ്യവശാൽ എത്തിയത്. അപ്പോൾ ആ ജസ്റ്റിസ് മാത്യുവിന്റെ ആ ജഡ്ജ്മെന്റ് ഒരു ആളെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഒരു സംഭാഷണം നടത്തി, അല്ലെങ്കിൽ പ്രഭാഷണം നടത്തി, ഒരു വർത്തമാനം നടത്തിയതിന്റെ പേരിൽ അയാളെ ശിക്ഷിക്കുന്നതിന് മുമ്പ് ഏത് സാഹചര്യത്തിൽ ആരോട് എങ്ങനെ പറഞ്ഞു എന്ന കാര്യം കൂടി പരിഗണിക്കണം എന്ന് ജസ്റ്റിസ് പോൾ ബ്രിഡ്ജിന്റെ പ്രസിദ്ധമായ ആ തത്വം തന്റെ വിധിന്യായത്തിൽ സ്വീകരിച്ചുകൊണ്ട് മിസ്റ്റർ നാരായണൻ നായരെ കുറ്റവിമുക്തനാക്കി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഒരു റെയിൽവേ എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡെത്ത് പെനാൽറ്റി ആയി മാറുമായിരുന്നു. അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെട്ടു. നാരായണൻ നായരെ തിരിച്ച് ജോലി പ്രവേശിപ്പിക്കാൻ കാരണമായത് ജസ്റ്റിസ് കെ കെ മാത്യുവിന്റെ ഒരു ഇടപെടലുകൾ തന്നെയായിരുന്നു. അങ്ങനെ നിരവധി വിധിന്യായങ്ങൾ ഈ ഒരു സാഹസികമായ ഒരു യജ്ഞത്തിലൂടെ എന്ന് പറഞ്ഞാൽ, എപ്പോഴും അദ്ദേഹം ഒരു ഓർത്തഡോക്സ് ആയ ജഡ്ജിയാണെന്ന് പറയുമ്പോൾ പോലും ആ പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും അത് സ്വാംശീകരിക്കാനും മാറുന്ന കാലത്തിന് അനുരോധമായി പുതിയ നിയമവിജ്ഞാന ശാഖകൾ വെട്ടിത്തുറക്കുവാനും കാണിച്ച ഒരു വൈവിധ്യവും പ്രതിഭാശാലിയായ ഒരു ന്യായാധിപന്റെ നീതിബോധവും ഭാഗ്യവശാൽ ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രിയപുത്രനും ഏറ്റവും വലിയ നീതിമാനുമായ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ജോസഫ് സാറിനാണ് എന്ന് ഞങ്ങൾ സന്തോഷപൂർവ്വം കൊച്ചിയുടെ അഭിമാനമായ കേരളത്തിന്റെ അഭിമാനമായ അദ്ദേഹം രാജ്യം മുഴുവനും അതുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രകീർത്തിക്കുന്നത്. ഇത്തരത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനും ഈ വളരെ പണ്ഡിതോചിതമായ പ്രൗഢമായ പ്രസംഗത്തിലൂടെ ഈ വിഷയം അവതരിപ്പിക്കാനും അദ്ദേഹം കാണിച്ച ഔചിത്യത്തിന് ഹൃദയപൂർവ്വം അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ന്യൂസിന്റെ എഡിറ്റർ ഇൻചാർജായ വാർത്ത ശ്രീ പി ജെയിംസ് സാറിനെ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടാതിഥികളെ സമയക്രമം ഞാൻ പേരുകളൊന്നും പറയുന്നില്ല. എന്തായാലും ശ്രീ കെ ജോസഫ് സാറിന്റെ വളരെ പ്രൗഢഗംഭീരമായ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയായി. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ 35 വർഷം പ്രിന്റ് മീഡിയയിലും വിഷ്വൽ മീഡിയയിലും പ്രവർത്തിച്ച ആൾ നിലയിൽ എന്റെ മനസ്സിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ചിന്തകൾ കടന്നുപോയി. പ്രത്യേകിച്ച് ഈ അടിയന്തരാവസ്ഥ കാലത്ത് മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയത്
പല പത്രങ്ങളും നേരെ കൊണ്ടുപോയി സെൻസറെ കാണിച്ചിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരുപക്ഷെ അത്രയൊക്കെ നടത്തിക്കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി ജനകീയ ഇലക്ഷനിൽ തോറ്റു. കാരണം അടിയന്തരാവസ്ഥ കൊണ്ടുവന്ന് ഫ്രീഡം ഓഫ് സ്പീച്ചിനെ തടഞ്ഞതിന്റെ അവസാനം ഇന്ദിരാഗാന്ധിയുടെ അടുത്ത് കുൽദീപ് നയ്യാർ അടക്കം വളരെ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരും ജേർണലിസ്റ്റുകളും സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇന്ദിരാഗാന്ധിയെ ഇലക്ഷനിൽ തോറ്റ ശേഷം ചെന്ന് കണ്ടപ്പോ ഇന്ദിരാഗാന്ധി പറഞ്ഞത്, എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ഞാൻ മാധ്യമങ്ങളുടെ വായ കൂടിക്കെട്ടി എന്നുള്ളതാണ്. എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്കറിയാൻ സാധിച്ചത് ചുറ്റുള്ള സ്തുതിപാലകാണ്. നോക്കിയാൽ മതി, ഇന്ദിരാഗാന്ധിയുടെ ഒരു കോക്കസ്, ആ കോക്കസ് വന്ന മുഖസ്തുതി കേട്ടാണ് ഭരണാധികാരി ഭരിച്ചിരുന്നത്. ഒറ്റ കാരണം കൊണ്ട്, കാരണം ഈ തെറ്റുകൾ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് തിരുത്താൻ കഴിയുമായിരുന്നു. ഇന്ദിരാഗാന്ധിയെ നമ്മൾ സത്യം അറിയുന്നതിൽ നിന്ന് വിലക്കിയെന്നാണ്. പക്ഷെ ഇന്ദിരാഗാന്ധി തന്നെ വിളിച്ചു വരുത്തിയതാണ് നമുക്കറിയാം. അലഹബാദ് ഹൈക്കോടതിയുടെ വിധിയും അതേ തുടർന്ന് ഇന്ദിരാഗാന്ധിക്ക് തോന്നുന്ന അടിയന്തരാവസ്ഥയൊക്കെ നമുക്കറിയാവുന്നതാണ്. അധികാരം നഷ്ടപ്പെടുന്ന ഒരു ഭരണാധികാരി കാണിച്ച അത് ചരിത്രത്തിൽ എല്ലാ കാലത്തും അത് ഈ കാലഘട്ടത്തിൽ ആ തരത്തിലുള്ളത് വരുന്നുണ്ട് എന്നുള്ളത് സ്വാഭാവികമായിട്ടും വളരെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. പലപ്പോഴും സത്യം വിളിച്ചു പറയാൻ ആൾക്കാർ ധൈര്യപ്പെടാത്ത കാലം കൂടിയാണ്. പഴയ കഥയിലെ രാജാവിനെ കുറിച്ച് എല്ലാവരും പറയുന്നു, പട്ടമഹിഷിക്കും പട്ടാള മേധാവിക്കും സത്യം തുറന്നു പറയാൻ കഴിഞ്ഞില്ല. ഒരു കൊച്ചുകുട്ടി അയ്യേ രാജാവ് തുണി കൊടുത്തിട്ടില്ല, കാരണം രാജാവ് തുണിയില്ലാതെയാണ് നടക്കുന്നത്, പറയാൻ ധൈര്യമില്ല. ആ ധൈര്യം കാട്ടിയ ഒരു കുട്ടിയുടെ സ്ഥാനത്താണ് ഞാൻ കെ.എം. ജോസഫ് സാറിനെ പോലുള്ളവരെ കാണുന്നത്. കാരണം ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഒരു സ്ട്രെങ്ത് കൂടിയാണ് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യം ഇത്ര ശക്തമായിട്ട് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഫോർത്ത് സ്റ്റേറ്റിന് പങ്കുണ്ട്. പക്ഷെ ഫോർത്ത് സ്റ്റേറ്റിന് നേരിടുന്ന ശക്തിയും ദൗർബല്യവും ഫോർത്ത് സ്റ്റേറ്റിന് സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് ഒന്നുമില്ല. 3 സ്റ്റേറ്റുകൾക്കാണ് നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് ഉള്ളൂ. ഫോർത്ത് സ്റ്റേറ്റിന്റെ പവർ എന്ന് പറയുന്നത് ജനങ്ങൾ തരുന്നതാണ്. നേരത്തെ സാർ സംസാരിച്ചു പറഞ്ഞു, ജനങ്ങളുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഞങ്ങളുടെ ഈ ഫ്രീഡം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്കില്ല. ഞങ്ങളെന്തോ സ്പെഷ്യൽ പ്രിവിലേജ് ക്ലാസ് ആണെന്ന് പറയാൻ അവകാശമില്ല. ഞാനും ഒരു സാധാരണ പൗരനാണ്. ഈ പൗരന്മാർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രതികരണത്തിൻ്റെതാണ് ഞങ്ങൾക്കുള്ളത്. അപ്പൊ ആ തരത്തിൽ സ്വാഭാവികമായിട്ടും ഉള്ള ഒരു സ്വാതന്ത്ര്യത്തിന്റെ പുറത്തു നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പൊ ഇന്ന് ഞാൻ 24 കൂടുതലായിട്ട് ഇന്റർനാഷണൽ ന്യൂസ് ആണ് അറിയാത്തത്. ഇന്ന് എന്നെ പല ഞെട്ടിച്ചൊരു സംഭവം, ഞെട്ടിക്കുന്നില്ല, സാധാരണ അത് സംഭവിക്കുന്നതാണ്. അഫ്ഗാനിസ്ഥാനില് സ്ത്രീകൾക്കുള്ള ബ്യൂട്ടി സലൂണുകൾ, ഹെയർ കട്ടിംഗ് കേന്ദ്രങ്ങളൊക്കെ ഇന്ന് അടച്ചു. അതിനു മുമ്പ് ജിമ്മുകളിൽ സ്ത്രീകൾ പോകാൻ പാടില്ലെന്നാണ്. അതിനു മുമ്പ് പാർക്കുകളിൽ കുട്ടികളായിട്ടോ വെറുതായിട്ട് സ്ത്രീകൾ പോകാൻ പറ്റില്ല. സ്കൂളുകളിൽ 25 ലക്ഷം പെൺകുട്ടികൾക്ക് അവിടെ സ്കൂളിൽ പോകാൻ പ്രവേശനമില്ല. ഒരു എന്താ പറയാ, ലോകം ഇത്രയും വളർന്നൊരു സാഹചര്യത്തില് അഫ്ഗാനിസ്ഥാൻ പോലൊരു രാജ്യത്ത് സംഭവിച്ചത് നമ്മൾ അയൽരാജ്യമാണ്. ഒരുപക്ഷെ നമ്മൾ അതിലൊക്കെയാണ് ഞാൻ ഒരു തരത്തിൽ അഭിമാനിക്കുന്നത്. ഇത്രയൊക്കെ അത്രയൊന്നും കൂടി ആയില്ലല്ലോ. പക്ഷെ ഇതിങ്ങനെ പോയാൽ, ഞാനിപ്പോ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടികളൊന്നും കാണുന്നില്ല. പറയുന്നത് ഏത് കാലത്തും ഈ ജനങ്ങൾ, സാറ് പറഞ്ഞ പോലെ ജനങ്ങളുടെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ, ഞങ്ങളുടെ ചാനലിൽ ഞങ്ങൾക്കൊരു പങ്ക്തിയുണ്ട്, ശ്രീമതാരം ചെയ്യുന്നതാണ് പൊതുജന കഴുതയല്ല എന്നാണ് നമ്മൾ ഇരിക്കുന്ന പേര്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ പൊതുജന കഴുതയാണ് എന്നുള്ളൊരു ഇതാണ് സാധാരണ ഈ ജനാധിപത്യത്തിൽ പൊതുജനത്തെ കുറിച്ച്. കാരണം അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് എന്തുമാകാം, അതിനെ ചോദ്യം ചെയ്യാനുള്ള നട്ടലില്ലാത്ത ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിയിരിക്കുന്നു. അരിസ്റ്റോട്ടിൽ 2000 വർഷം മുമ്പ് പറഞ്ഞതാണല്ലോ, ദി മദർ ഓഫ് ഓൾ ദ വെർച്യൂസ് എന്ന് പറയുന്നത് കറേജ് ആണ്, ധൈര്യമാണ്. പക്ഷേ ജോസഫ് സാറിനെ പോലുള്ളവർ കാണിക്കുന്നതും നമ്മൾ കാണിക്കണമെന്നും മറ്റുള്ള ഓരോ മണ്ഡലങ്ങളിലുള്ളവർ കാണിക്കണമെന്നും ആഗ്രഹിക്കുന്നത് ഈ തരത്തിലുള്ളതാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി റെയിൽവേ അപകടം ഉണ്ടായപ്പോ രാജിവെച്ചതിനെ നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ധാർമ്മികത, അദ്ദേഹം റെയിൽവേ അപകടം ഉണ്ടാക്കിയത്, പക്ഷേ ഈ ദിവസം മിനിസ്റ്റർ റെസ്പോൺസിബിൾ, അദ്ദേഹം രാജിവെച്ചു. 1970 സ്വീകരിച്ചിട്ട് 2000 സ്വീകരിച്ചു. ഇപ്പൊ എത്ര റെയിൽവേ അപകടം നടക്കുന്നു, ഏതെങ്കിലും മന്ത്രി രാജിവെച്ചാൽ കേൾക്കുന്നുണ്ടോ? അപ്പൊ ഈ തരത്തിൽ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മീഡിയയെ കുറിച്ച് സാറ് പറഞ്ഞ ചില കാര്യങ്ങൾക്ക് ഇതിലുള്ള സമയത്തിനോട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഒരു പൊതുവായിട്ട് തോന്നിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ ഒരു എമർജൻസി ഉണ്ടായ കാലത്താണ്. നേരത്തെ ഞങ്ങളിപ്പോ പത്രങ്ങൾ, ചാനൽ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാര് അതിലുണ്ട്. എനിക്ക് ചെയ്യുന്നത് ശരിയാവുന്നല്ല, പക്ഷെ ഒരു ഗേറ്റ് കീപ്പിംഗ് എക്സസൈസ് നടക്കാറുണ്ട്. ഒരു സബ് എഡിറ്റർ കാണുന്നു, ഒരു എഡിറ്റർ കാണുന്നു, ഇന്ന സാധനം കൊടുക്കേണ്ട, ഉദാഹരണത്തിന് രാജ്യരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ കൊടുക്കാൻ പാടില്ലെന്നാണ്.
യുദ്ധം നടക്കുന്ന സമയത്താണെങ്കിൽ ആർമി മൂവ്മെന്റ്. ഇപ്പൊ മണിപ്പൂരിന്റെ കാര്യം സംസാരിക്കും. ഞങ്ങൾ രാധാകൃഷ്ണൻ മണിപ്പൂരിൽ നിന്നാണ്. ഞങ്ങൾ കഴിഞ്ഞ ഒരു 3 ദിവസം മുമ്പ് ഈ മണിപ്പൂർ നമ്മൾ കവർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ പലരും പറഞ്ഞത് അവിടെ പോയിട്ട് കാര്യമില്ല, സോഷ്യൽ മീഡിയ ഒന്നും വർക്ക് ചെയ്യുന്നില്ല, പുറത്ത് കാര്യങ്ങൾ അറിയിക്കാൻ പറ്റുന്നില്ല, എന്തായാലും തന്റെ അടുത്ത് അധികം പോവുകയായിരുന്നു. അതെനിക്ക് ഈ രാധാകൃഷ്ണനെ കുറിച്ചുള്ള ഒരു ഇതും കൂടി ഉള്ളത്, ഈ നിങ്ങൾക്കറിയാം 40 ഭടന്മാര് കൊല്ലപ്പെട്ട സംഭവം നിങ്ങൾക്കറിയാം. പാകിസ്ഥാന്റെ ആക്രമണത്തിന്റെ ഭാഗമായിട്ട്, ഭീകരാക്രമണത്തിന്റെ ഭാഗമായിട്ട് അന്ന് പുൽവാമയിൽ വെച്ചാണ് നടന്നത്. അത് സൈന്യം പറഞ്ഞു ആരും ജേർണലിസ്റ്റുകളാരും അവിടെ പോകരുത്. ഹി വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ഇൻ ഇന്ത്യ ടു ഗോ ആൻഡ് റിപ്പോർട്ട് ഫ്രം പുൽവാമ. പുൽവാമയിൽ പോയി 24-ന് വേണ്ടി ഒരു വർഷം ഞങ്ങളുടെ ചാനൽ തുടങ്ങിയ സമയമായിരുന്നു ഏറ്റവും കൂടുതൽ ഒരു വ്യൂവർഷിപ്പ് വന്നാൽ. ഞങ്ങൾ തന്നെ പറഞ്ഞു ധൈര്യമെങ്കിൽ മാത്രം പോയാൽ മതി, കാരണം അവിടെ ആരും പോകുന്നില്ല. സൈന്യം ഒഴിച്ച് വേറെ ആരും പട്ടാളത്തിലല്ലാതെ പോകുന്ന എവിടെ വേണമെങ്കിലും നിങ്ങൾ അറ്റാക്ക് ചെയ്യപ്പെടാൻ പറ്റുന്നൊരു ഇതില് സൈന്യത്തിൽ നിന്ന് ഡിഫൻസിൽ തന്നെ പറഞ്ഞു ഡോണ്ട് ഗോ എന്നാണ് പറഞ്ഞത്. പക്ഷെ രാധാകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്തു. അപ്പൊ മണിപ്പൂരിൽ നിന്ന് രാധാകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ രാധാകൃഷ്ണൻ മീറ്റിംഗിൽ ഇതിന് വരുന്നതിനെ കുറിച്ച് ഞാൻ സംസാരിച്ചു. അദ്ദേഹം കൽക്കട്ടയിൽ വന്ന് രാവിലെ വന്ന് ഇവിടെ കൊച്ചിയിൽ ഇറങ്ങിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ കെ ജോസഫ് സാറിനെ പോലെയാണ് അവാർഡ് തരുമ്പോ ഞാൻ മണിപ്പൂർ റിപ്പോർട്ടിങ്ങിൽ പോയിരിക്കുകയാണ് എന്ന് പറയാൻ തീർച്ചയായിട്ടും അത് സ്വീകരിക്കേണ്ടതൊരു ഇതാണ്. രാധാകൃഷ്ണൻ അങ്ങനെ വന്നാണ് ഇത് സ്വീകരിക്കുന്നത്, അവർക്കൊക്കെ കളഞ്ഞാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് ജേർണലിസത്തിലും എല്ലാത്തിലും ഒരു സ്പാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഞാനൊക്കെ 10-15 വർഷത്തിൽ ഒരുപാട് ഫൈറ്റ് നടത്തി ഒരുപാട് വധഭീഷണി നേരിട്ടൊരു പത്രപ്രവർത്തകനാണ്. ബാർ ലൈസൻസിന്റെ കേസില് ഞാനൊരു സീരീസ് ഓഫ് ഒരു വർഷത്തോളം അന്ന് ഇത് കൂട്ടാനായിട്ട് സർക്കാരിൽ ആരും തയ്യാറല്ലാത്ത സമയത്ത് കോടതിയുടെ ഇന്റർവെൻഷൻ ഉണ്ടായിരുന്നു. അതുപോലെ ഓൺലൈൻ ലോട്ടറി സംബന്ധിച്ച് ഞാൻ എഴുതി ഒരു ചാനൽ പത്രം അന്ന് ഞാൻ എഴുതുമ്പോൾ മറ്റത് എഴുതിക്കാനില്ല. കാരണം ഇവിടുത്തെ ഓൺലൈൻ ലോട്ടറിയുടെ തലപ്പത്തിരിക്കുന്നവര് പത്രങ്ങൾ കൊടുക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ പരസ്യമാണ്. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ടെലിവിഷൻ കോളം വേറെ ചാനലിലായിരുന്നു പത്രത്തിൽ വർക്ക് ചെയ്യുന്ന കാലത്ത്. അത് സ്റ്റോപ്പ് ചെയ്തു. ബിക്കോസ് ഹി വാസ് പേയിങ് ഓൾമോസ്റ്റ് 50 crores ടു ദാറ്റ് ചാനൽ. ചാനലിന്റെ പേര് പറയുന്നില്ല. ആ കോളം തന്നെ സ്റ്റോപ്പ് ചെയ്തു. അത്രയും രീതിയിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ഇത് കൂടിയുണ്ട്. ഇപ്പോ ജുഡീഷ്യറിയും ചെയ്യുന്ന പോലെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജേർണലിസ്റ്റുകൾ വർക്ക് ചെയ്യാൻ പറ്റുന്ന ചോദിച്ചില്ല. ഇപ്പോ എന്താ പറയാ, ഇംഗ്ലീഷ് ചാനലുകൾ ഞാൻ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കില്ല, ഞാൻ ആ സെറ്റത്തിൽ ആളാണ്. ഏത് ഇംഗ്ലീഷ് ചാനലുണ്ട് ഇപ്പൊ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് സത്യം പറയാൻ കഴിയുന്ന നട്ടലുള്ള ഇംഗ്ലീഷ് ചാനൽ എന്ന് പറയുന്നത് നാഷണൽ ചാനൽ എന്നുള്ള അർത്ഥത്തിലാണ്. അതിലും വേറെ റീജിയണൽ ചാനൽസ് ആണ്. അറ്റ്ലീസ്റ്റ് പല ചാനലുകളും സ്റ്റുഡപ്പ് ചെയ്യുന്നു, ചില കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാവുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ചാനലുകൾക്ക് ലൈസൻസ് കൊടുക്കുന്ന ഇൻഫർമേഷൻ മിനിസ്ട്രിയാണ്. അവർക്ക് ലൈസൻസ് കട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ഫ്രീഡം ഓഫ് പ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 187ാമത്തെ സ്ഥാനമാണ് നമുക്കുള്ളത് ഫ്രീഡം ഓഫ് പ്രസ്സിൽ ലോകത്ത്. അപ്പൊ ഇതൊക്കെ തുറന്ന് പറയാനുള്ള കന്നഡം കാണിച്ച ചെറുപ്പ ചാനൽ കാണത്തില്ല, അല്ലെങ്കിൽ പത്രം കാണത്തില്ല. ഞാനിപ്പോ ഐ എം നോട്ട് സ്പീക്കിംഗ് അഗെയിൻസ്റ്റ് എനി പൊളിറ്റിക്കൽ പാർട്ടി. ഇത് നാളെ ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും അധികാരത്തിൽ വരുന്നവര് അതിൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ട്. സാറ് സംസാരിച്ച് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കറപ്ഷനെ കുറിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ പൊളിറ്റിക്സ് ഞങ്ങളെ 10-15 വർഷം നോക്കിയതുകൊണ്ട് ഞാൻ പറയാം, കംപ്ലീറ്റ് ഡീലുകളാണ്. ബിഗ് ഡീൽസ്, ബിഗ് പ്രോജക്റ്റിനുള്ള ബിഗ് ഡീൽസ് എന്ന തലത്തിലേക്ക് 10-15% കമ്മീഷൻ പ്രൊജക്ട് പറയാം. അഴിമതിയിലേക്ക് രാഷ്ട്രീയത്തിൽ വന്നിട്ട് കാശ് വാങ്ങിക്കാത്ത എനിക്കറിയുന്ന 1-2 രാഷ്ട്രീയക്കാരുണ്ട്, അതൊക്കെ പെട്ടുപോയതാണ്. അതുകൊണ്ട് വാങ്ങിക്കുന്നില്ല. അങ്ങനെയുള്ള കുറച്ച് ഇത് ഒഴിച്ച് എല്ലാവരും പണം വാങ്ങുന്നവരായി മാറി. സിസ്റ്റം ഒരു സിസ്റ്റമായിട്ട് മാറി. ഇപ്പൊ ജുഡീഷ്യറിയും കറപ്ഷനും എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് പറയാൻ ഞാനാണല്ലോ, കാരണം എനിക്ക് അറിയാവുന്ന കുറെ ഫാക്ട്സ് ഉണ്ട്. അവിടെയാണ് കെ ജോസഫ് സാറിനെ പോലുള്ള ആൾക്കാരൊക്കെ ടൗറിങ്ങനെ നിൽക്കുന്നത്. കാരണം അവരായിരുന്നു പേഴ്സൺസ് അവർ വാങ്ങിക്കുന്നു, കോടതി വിധിയെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് പോകുന്നു. നമ്മൾ തന്നെ വലിയ തലയിൽ കയറ്റി വെച്ചിരുന്ന പല ജഡ്ജസും അവർ കൈവിട്ട് പോയത് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിയിരുന്നു. ഒരുപക്ഷെ ഈ സിസ്റ്റത്തിനെതിരെ ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി വന്ന ചിലർ പോലും, ഞാൻ ആൾക്കാരുടെ പേര് പറയുന്നില്ല, ശരിയല്ല. എന്തായാലും അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ മീഡിയ നിൽക്കുമ്പോ ഞങ്ങളിപ്പോ മീഡിയയെ കുറിച്ച് മീഡിയയിൽ ഞാൻ പറഞ്ഞില്ലേ, മാനേജ്മെന്റിന്റെ സേ ഭയങ്കരമായിട്ട് കൂടിയിരിക്കുക. നല്ലൊരു ജേർണലിസ്റ്റിനെ പിടിച്ചു നിൽക്കാൻ പക്ഷെ റീജിയണൽ മീഡിയ പിന്നെയും സ്വാതന്ത്ര്യമുണ്ട്. കാരണം റീജിയണൽ മീഡിയ സെൻട്രലിന്റെ ഒക്കെ നേരിട്ടുള്ള പ്രശ്നത്തിലേക്ക് അധികം എത്തിയിട്ടില്ല. അതേസമയം ഈ വലിയ കോർപ്പറേറ്റ് ആയിട്ടുള്ള ആൾക്കാർ, അഡാനിയും അതുപോലെ തന്നെ അംബാനിയും അടക്കമുള്ള ആൾക്കാർ
ഇപ്പൊ നേരത്തെ ഗോയിങ്ങായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്, അറ്റ്ലീസ്റ്റ് ഗോയിങ്ക ഇന്ത്യൻ എക്സ്പ്രസ് ആയിരുന്നതിന്റെ പേരിൽ ഇന്ദിരാഗാന്ധിക്ക് സുടക്കി. ആ തരത്തിലല്ല, കോർപ്പറേറ്റ് മാനേജ്മെന്റ്സിനൊക്കെ അവരുടേതായിട്ടുള്ള പ്രോഫിറ്റ് താല്പര്യങ്ങളുണ്ട്. അവർ കൃത്യമായിട്ട് ഭരിക്കുന്നത് ആരാണോ അവരുടെ താല്പര്യത്തിന് വേണ്ടി തലകുലിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതിപ്പോ ഞങ്ങളത് കൂടി വെച്ച് പത്രം ഭയങ്കരമായിട്ടുള്ള ഇത് കൊണ്ടുവരുന്നു അവകാശപ്പെടാൻ ജേർണലിസ്റ്റ് അങ്ങോട്ട്. പക്ഷേ പത്രത്തിന്റെയും ജുഡീഷ്യറിയും കൂടി വായ മൂടിക്കെട്ടിയാൽ പിന്നെ ഇവിടെയുള്ള ഏകാധിപത്യം മാത്രമല്ല. അതുകൊണ്ട് ഞാൻ അഫ്ഗാനിസ്ഥാന്റെ കഥ പറഞ്ഞത്. റഷ്യയില് ഒരുപാട് പൊളിറ്റിക്കൽ പ്രതിപക്ഷ നേതാക്കളൊക്കെ അറസ്റ്റിലും ജയിലുമാണ്. ഉക്രൈനിൽ യുദ്ധം നടക്കുന്നത് 80 ലക്ഷം പേരാണ് ഇത് കിടക്കുന്നത്. വാർ ക്രൈംസ് എടുത്ത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ തരത്തിൽ വേൾഡ് ഓവർ യുദ്ധം നടക്കുന്ന കാലത്ത് ഇന്ത്യയില് ഒരു അറ്റ്ലീസ്റ്റ് ജനാധിപത്യം അതിന്റെ ഇപ്പൊ പ്രതിപക്ഷത്തുള്ളവരും ജയിച്ചു വരുന്നത് ഉണ്ടാവുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ജേർണലിസത്തിനെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും ഞങ്ങൾ കോടതിയിൽ പോലും നമ്മൾ തുറന്നു പറയാൻ തയ്യാറാവാറില്ല. കാരണം സോഴ്സ് ഈസ് സീക്രട്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ വിശ്വസിച്ചിരിക്കുന്ന വാർത്ത തന്ന ഒരാളെ എനിക്ക് ബിറ്റ് ചെയ്യാൻ പറ്റില്ല. US കോർട്ടിലൊക്കെ വലിയ പ്രശ്നമായിട്ടുള്ളതാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ രാജ്യരക്ഷയെ ബാധിക്കുന്ന കാര്യം, ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആര് തന്നു, വിസിൽ ബ്ലോവർ ആരാണ്. അപ്പൊ അത് സാധാരണ ഞങ്ങൾ ജേർണലിസത്തിൽ പാലിക്കുന്നത് ഇതാണ്. സോഴ്സസ് എന്നുവെച്ചാൽ നമ്മളത് വെളിപ്പെടുത്തിയാൽ തല പോയി ചേർക്കും. അപ്പോ സ്വാഭാവികമായിട്ട് ജേർണലിസത്തിൽ നമ്മൾ ഫാക്ട്സ് ആർ സീക്രട്ട് എന്ന് പറഞ്ഞാൽ സോഴ്സിൽ നിങ്ങൾ സീക്രട്ട് ആയിട്ടാണ് സാധാരണ ജേർണലിസ്റ്റുകൾ കാണുന്നത്. അപ്പൊ ആ തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. എന്തായാലും കറപ്ഷന്റെ കാര്യത്തിൽ സാറ് പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. അതുപോലെ TV ഡിബേറ്റിന്റെ കാര്യത്തിൽ ഞങ്ങൾ കുറ്റം പറയുന്നതിൽ ഇത് ചെയ്യുക. TV ഡിബേറ്റ് ഒരു വിഭാഗം നടത്തുന്ന TV ഡിബേറ്റുകളെ ഞാനൊരു കോമൺ സീനിയർ ജേർണലിസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ്. ഇത് ഞങ്ങളുടെ ജേർണലിസത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ ദുരവസ്ഥയാണ്. പക്ഷേ അതിന് ആര് കുറ്റം പറയുന്ന ചോദ്യം കൂടി ഉണ്ട്. കാരണം വലിയ ശബ്ദത്തിൽ സംസാരിച്ച് ബഹളം വെച്ച് അടി വെച്ച് മൈക്കിൽ തെറിഞ്ഞാൽ അതിനാണ് വ്യൂവർഷിപ്പ്. വാർത്ത റേറ്റിംഗ് എന്ന സാധനമുണ്ട്. ഈ വാർത്ത റേറ്റിംഗ് വെച്ചാണ് ചാനലുകൾക്ക് പരസ്യം കിട്ടുന്നത്. അപ്പൊ പരസ്യം കിട്ടിയില്ലെങ്കിൽ ആ ചാനൽ കുറച്ച് കഴിയുമ്പോൾ 3rd, 4th, 5th ആയിട്ട് കൂട്ടി ഓൺലി ഫസ്റ്റ് 2 ചാനൽസിനാണ് കിട്ടുന്നത്. അപ്പൊ അതില് അർണാബ് ഗോസ്വാമിയുടെയാണോ, രാജീവ് സഭേഷായാണോ, അല്ലെങ്കിൽ മറ്റേ എഡിറ്റിയുടെ പ്രണോയുടെയാണോ ചാനലിനാണ് ഏറ്റവും കൂടുതൽ ശബ്ദം ഉണ്ടാക്കാനും ബഹളം ഉണ്ടാക്കാനും ഒന്നും വേണ്ട. അതിനുള്ളിൽ ഒരു സബ്സ്റ്റൻസും ഉണ്ടാവില്ല. ജസ്റ്റ് ബഹളം വയ്ക്കുക. ആങ്കറുടെ ജോലി ഫെസിലിറ്റേറ്റ് ചെയ്യാവുന്നതാണ്. ഫെസിലിറ്റേറ്റ് സത്യം കണ്ടെത്താനായിട്ട് ഫെസിലിറ്റേഷൻ ആണ് ആങ്കർ. പക്ഷെ ആങ്കർ തന്നെ ജുഡീഷ്യൽ ആക്ടിവിസത്തിനേക്കാൾ വലിയ മീഡിയ ആക്ടിവിസം ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എനിക്കറിയാം. ഒരു ചാനലിൽ വന്നിട്ട് 1-2 അവരുടെ ആങ്കേഴ്സിനോട് നാളെ നിങ്ങൾ അഗ്രസീവായിട്ട് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി റേറ്റിംഗ് കൂട്ടി തന്നില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തുറന്നു പറയാം. ഈ അർണാബ് ഗോസ്വാമി NDTVയിൽ ഇരിക്കുന്ന കാലത്ത് വളരെ ഭയങ്കരമായിട്ടൊരു പത്രപ്രവർത്തനായിരുന്നു. അർണാബ് സ്വന്തമായിട്ട് ചാനൽ വന്നപ്പോഴാണ് അദ്ദേഹത്തിന് യഥാർത്ഥ സ്വഭാവത്തിൽ നിന്ന് തന്നെ മാറ്റി വേറൊരു പലകായ പ്രവേശം ഉണ്ടായിരിക്കും. അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയാലും വളരെ ഇതിന്റെ ഉണ്ടായിരിക്കും. പക്ഷെ ആ കൈൻഡ് ഓഫ് ജേർണലിസം കൊണ്ട് ഇന്ത്യയിൽ ഒന്നും നേടാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, ഒരു ഭരണവർഗത്തെ സപ്പോർട്ട് ചെയ്യാനല്ല മീഡിയയുടെ റോൾ. അപ്പോൾ മീഡിയ എന്ന് പറയുന്നത് ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. കാരണം നല്ല കാര്യങ്ങൾ നടക്കുന്നവർ ചൂണ്ടിക്കാണിക്കാം. പക്ഷെ ജനങ്ങളുടെ പക്ഷത്ത് നിന്നിട്ട് അവരുടെ ദുഃഖങ്ങൾ, വിഷമങ്ങൾ, പ്രശ്നങ്ങൾ അത് ജനമധ്യത്തിൽ അല്ലെങ്കിൽ ഭരണാധികാരികളുടെ അടുത്ത് ജുഡീഷ്യറിയിൽ എത്തിക്കാനുള്ള റോളാണ് മീഡിയയുടെ എന്നുള്ള തരത്തിൽ ഞാനിപ്പോ ഇതിനൊരു മറുപടി എന്ന തരത്തിലാണ് സംസാരിച്ചത്. കൂടുതലായിട്ട് ചെയ്യുന്നില്ല. അത് മാത്രമല്ല, സാറിയുടെ ജനഗണന പാടിയ ആ ഒരു ടിപ്പിക്കൽ കേസ് പറഞ്ഞു. കിടങ്ങൂര് കുറെ സ്കൂളിലെ കുട്ടികളായിരുന്നു 3 കുട്ടികൾ. ഞാൻ അവിടെ നേരിട്ട് ജൂനിയർ പത്രപ്രവർത്തനം നിലയിൽ ഞാൻ നേരിട്ട് പോയി റിപ്പോർട്ട് ചെയ്ത ആളാണ്. അതെനിക്ക് ആ ഒരു ഇതിന്റെ മനസ്സിലായി. കാരണം ഹൈക്കോടതി അവർക്ക് അവർ ജനഗണന പാടണമെന്ന് പറഞ്ഞപ്പോ സുപ്രീം കോടതി അതിന്റെ വലിയൊരു വാല്യൂ സിസ്റ്റമാണ് ഇത് പറഞ്ഞത്. അവരെ എഴുന്നേറ്റിരിക്കുന്നു, റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ അവര് പാടണമോ വേണ്ടയോ അവർ സൈലന്റ് ചെയ്യുന്നത് അത് അവരുടെ അവകാശത്തിന്റെ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഭാഗമാണ് എന്ന് കോടതി പറഞ്ഞത് അന്ന് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ ഞാനത് ഓർത്ത് സാധനം പറഞ്ഞു. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയാറുള്ളത്. പിന്നെ ഈ ചാനലുകളും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെയൊക്കെ പിടിച്ചു നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ ആഡ് മാർക്കറ്റ് ഇതില്ലാതെ പ്രവർത്തിക്കാൻ പറ്റില്ല എന്നുള്ളത്. അവരുടെ പ്രഷർ, മാർക്കറ്റ് പ്രഷർ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഒരുപാട് പരസ്യം തരുന്ന ഒരാളെ കുറിച്ച് അല്ലെങ്കിൽ സ്ഥാനത്തെ കുറിച്ച് പല ചാനലുകളും കാര്യങ്ങൾ സപ്രസ് ചെയ്തെന്ന് വരും. അപ്പൊ ഇത് ഞാൻ തുറന്നു പറയുന്നത് ഇതിന്റെ നല്ല കാര്യങ്ങൾ മാത്രമല്ല, ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെയുള്ളതുണ്ട്. പക്ഷെ ഇതിനൊക്കെ എടുത്ത് കഴിഞ്ഞാലും ഞാൻ പറയുന്നു, ആയിരക്കണക്കിന് പത്രങ്ങളും
നൂറുകണക്കിന് ചാനലുകൾ ഇന്ത്യയിലുണ്ട്. ആ ഡൈവേഴ്സിറ്റിയാണ് ഇതിന്റെ സ്ട്രെങ്ത്. ഒരു ചാനലുകൾ കൊടുത്തില്ലെങ്കിൽ വേറെ ചാനൽ വരും, ഒരു പത്രം കൊടുത്തില്ലെങ്കിൽ വേറെ പത്രത്തിൽ വരും. ഡിഫറെന്റ് വ്യൂ പോയിന്റ്സ് ആണ് ഡൈവേഴ്സിറ്റി. ഇന്ത്യയുടെ അതുപോലെ തന്നെ ഈ പ്രസന്റ് ഡൈവേഴ്സിറ്റി കൊണ്ട് ഇതൊന്നും മുക്കാൻ ശ്രമിച്ചാലും മാറ്റി മുക്കാൻ പറ്റില്ല. ഇനി മെയിൻ സ്ട്രീം മീഡിയയിൽ കൊടുത്തില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഈ സാധനം സിറ്റിസൺ ജേർണലിസത്തിന്റെ കാലമാണ്. അബട്ടാബാദിൽ ഒസാമ ബിൻ ലാദൻ പിടികൂടിയപ്പോ അമേരിക്കൻ പ്രസിഡന്റ് അന്നത്തെ ബറാക് ഒബാമ എന്ന് പറയുന്നതിന് ലോകത്തിലെ ഒരു മാധ്യമപ്രവർത്തകർക്കും ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റില്ല. പക്ഷെ ലേഖനൻ അബട്ടാബാദിൽ എഴുതി, മറ്റേ ട്വിറ്ററിൽ എഴുതി, അവിടെ അമേരിക്കയുടെ പ്ലെയിൻ വന്ന് അറ്റാക്ക് ചെയ്യുന്നു, ഒസാമ ബിൻ ലാദനെ പോലെ ഒരാളെ പിടികൂടിക്കൊണ്ടത് ആദ്യം എഴുതിയ ഒരു ജേർണലിസ്റ്റ് പോലും. അപ്പൊ അതുപോലെ വാർത്തകൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കും വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സിറ്റിസൺ ജേർണലിസത്തിന്റെ കാലഘട്ടമാണ്. അതിന് വലിയ ഗുണങ്ങളുണ്ട്. ഗുണങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കൊന്നും പൊളിച്ചു വെക്കാനാവില്ല. വേൾഡ് ഹാസ് ബിക്കം മോർ ട്രാൻസ്പാരന്റ്. ഒരാൾക്കൊരു ഭരണാധികാരിക്കും കാര്യങ്ങൾ ഒളിച്ചു വെക്കാൻ കഴിയില്ല. നേരത്തെ 10 പത്രങ്ങളുടെ വായു കൂടി കിട്ടിയാൽ വായു കൂടി കിട്ടാമായിരുന്നു. അത് നടക്കില്ല. സോഷ്യൽ മീഡിയ ഈസ് സോ പവർഫുൾ. ഇപ്പൊ ട്വിറ്ററിൽ വരാൻ നാളെ സുക്കർബർഗിന്റെ ത്രെഡ്സ് എന്ന് പറഞ്ഞിട്ട് പുതിയ ആപ്പ് വരികയാണ്. ട്വിറ്ററിനെ വെല്ലുവിളിച്ചു. അപ്പൊ ആ തരത്തിൽ പുതിയ സോഷ്യൽ മീഡിയ സെറ്റപ്പുകൾ വരുന്നു, കാര്യങ്ങൾ വരുന്നു, അതിലൂടെ ജനങ്ങൾ പ്രതികരിക്കുന്നു. അതുകൊണ്ട് ജനാധിപത്യം തകരുമെന്ന് ഞാൻ എന്താ പറയാ വിഷമിക്കുന്നില്ല. ജനാധിപത്യം കൂടുതൽ ശക്തമാവും. പക്ഷേ ഒരു അരാജകത്വം കൂടി ഇതിന്റെ കൂടെ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. ഈ നോർത്ത് ഈസ്റ്റിലെ പ്രശ്നമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കരക്കമ്പി അറിയിച്ച് ഇവിടുത്തെ സൗത്ത് ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന നോർത്ത് ഈസ്റ്റുകാരായിട്ട് ആൾക്കാർ ട്രെയിനിൽ കയറി രക്ഷപ്പെടുന്ന അവസ്ഥ 5 വർഷം മുമ്പുണ്ടായി. ഒപ്പം തന്നെ അവിടെ നോർത്ത് ഈസ്റ്റിലുള്ള ആൾക്കാര് ഇവിടുന്ന് ജോലി ചെയ്യാൻ പോയി അവർ ആക്രമിക്കുന്ന അവസ്ഥയുണ്ടായി. യഥാർത്ഥത്തിൽ അത് മുഴുവൻ അസത്യമായിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ ഒരു തരം കുപ്രചരണത്തോടെ സംഭവിച്ചതാണ്. ഇങ്ങനെയുള്ള അരാജകത്വത്തിനുള്ള വഴികൾ കൂടിയുണ്ട് നമുക്കിതിനെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ. അപ്പൊ ഇതിന്റെ ബെസ്റ്റ് ഓഫ് തിങ്സ് ഒക്കെ വരട്ടെ. എന്തായാലും ഇവിടെ വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ഗാദറിംഗ് ആണ്. ചാവറ കൾച്ചറൽ സെന്ററിനെ പ്രവാസി സെല്ലിനൊക്കെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സാറിനെ ഞാൻ സാറിനെ കണ്ടപ്പോൾ പറഞ്ഞു we are really proud of you sir എന്ന് പറയാൻ കാരണം ഈ കെ ജോസഫ് എന്ന് പറയുന്ന ഒരു പേര് അതൊരു വ്യക്തിയുടെ പേരല്ല, അതൊരു ആശയത്തിന്റെ പേര് കൂടിയാണ്. അതുകൊണ്ടാണ് പിന്നെ ആരോഗ്യം ഞാൻ വായിച്ച പോലെ കെ മാത്യുവിന്റെ മകന് തുടക്കത്തിലുള്ള ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് കെ മാത്യു എന്ന വലിയ ന്യായാധിപന്റെ മകനായി തിരിച്ചു വന്നതായിരുന്നു. പക്ഷെ പുള്ളി ആ ഒരു ഇതിനെ ഓവർകം ചെയ്തിട്ട് മകൻ അച്ഛനേക്കാൾ വളരുന്നതാണ് എല്ലാവരും അച്ഛനും ഇഷ്ടപ്പെടുന്നത്. പക്ഷെ ആ ഒരു ക്രെഡിറ്റ് ഒരുപക്ഷെ അച്ഛനേക്കാൾ വളർന്ന മകൻ എന്ന പേരിലായിരിക്കും ഒരുപക്ഷെ കെ ജോസഫ് സാറ് അറിയപ്പെടാൻ പോകുന്നത്. സ്വാഭാവികമായി അദ്ദേഹത്തിന് പ്രത്യേകം അഭിനന്ദനം അർപ്പിക്കുന്നു. ഒപ്പം തന്നെ ഞങ്ങളുടെ രാധാകൃഷ്ണൻ ഈ അവാർഡ് നേടിയ രാധാകൃഷ്ണനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ജേർണലിസ്റ്റുകൾക്ക് സാധാരണ ഒരു സമയം കിട്ടത്തില്ല. അതിന്റെ ഇടയിൽ വിവരാവകാശത്തിന്റെ കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ 100 കണക്കിന് വിവരാവകാശം അതൊക്കെ വാർത്തയാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് തോന്നിയത് പോലീസിനെ ക്രിമിനൽസിനെ കുറിച്ചാണ്. എന്റെ അടുത്ത സുഹൃത്തായിരുന്നു ഇവിടുത്തെ DGP എന്ന ഹോമിസ് തലയൻ, അത് ഈ റോയൽ ചീഫായി. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ക്രിമിനൽസിനെ കുറിച്ച് തന്റെ ലിസ്റ്റ് ഉണ്ടാക്കി. പക്ഷെ അത് പബ്ലിഷ് ചെയ്യാൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് മാറി വന്നു. കോൺഗ്രസ് ലീഡർഷിപ്പും തയ്യാറായില്ല, ഇടതുപക്ഷ ലീഡർഷിപ്പും തയ്യാറായില്ല. ആ സമയത്താണ് അതിന്റെ അപ്പോഴവിടെ ഹൈക്കോടതിന്റെ ഇന്റർവെൻഷൻ വേണ്ടി വന്നു. അത് തുറന്ന് പറയുന്നത് പോലീസിലെ ക്രിമിനൽസ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുകയും ഈ ശരിക്കും പറഞ്ഞാൽ കോടതി ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിന്റെ ഏറ്റവും വലിയ ദൈവപേജ 2ാമത്തെ സ്ഥാനം ഹൗസ് ഓഫീസർക്കാന്ന് പറഞ്ഞ പോലെ അയാൾ FIR ഇട്ടാൽ എത്ര പേര് നിരപരാധികൾ ജീവൻ പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ തരത്തിലുള്ള തീരുമാനങ്ങളിൽ ഇങ്ങനെയായിട്ടിരിക്കുന്ന 40% ക്രിമിനൽ സ്വഭാവമുള്ള ആൾക്കാര് ലോ ആൻഡ് ഓർഡറിൽ ഇരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. അത് പേരുകൾ വെളിപ്പെടുത്താൻ കാരണം ഞങ്ങൾക്ക് പലതാണ് ശ്രമിച്ചതാണ്. എന്തായാലും അത് ഹൈക്കോടതി ഇന്റർവെൻഷൻ നടത്തിയതിന് നേരിട്ട് പോയി ബാധിച്ചു. ഇതൊക്കെ നടത്തിയതിന് കറക്റ്റായിട്ടുള്ള ആൾക്കാർക്ക് ഈ അവാർഡ് കൊടുത്തിരിക്കുന്നത് എന്തായാലും 24 ന്യൂസ് ചാനലിന്റെ പേരിൽ ഞങ്ങളുടെ ഡൽഹി ചീഫാണ് അദ്ദേഹം രാധാകൃഷ്ണന് ഒരു അവാർഡ് കൊടുത്തതിൽ പ്രത്യേകിച്ച് അഭിനന്ദനം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അദ്ദേഹത്തിലൂടെ രാധാകൃഷ്ണ സാറിന്റെ ഒരു മറുപടി നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതിന് മുന്നോടിയായി കെ ജോസഫ് സാറിന് പ്രവാസി ലീഗൽ സെല്ലിന്റെ കേരള ചാപ്റ്റർ പ്രസിഡന്റ് മോഹൻദാസ് സാറും ചാവറ ഡയറക്ടർ ഫാദർ അനിൽ ഫിലിപ്പും ചേർന്ന ഒരു ഉപഹാരം മൊമെന്റോ ഉണ്ടാകുന്നു. ജസ്റ്റിസിനെ അത് സ്വീകരിക്കുന്നതിനായി സ്നേഹം.
സാറ് വിവരാവകാശ നിയമത്തെ കുറിച്ചുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബുക്ക്. നമുക്കറിയാം കേരളത്തിലെ വിവരാവകാശ നിയമത്തിന്റെ ഏക വാക്ക് ബിബി സാറാണ്. ബിബി സാറിന്റെ ബുക്ക് മിസ്സിസ് കെ ജോസഫ് എന്ന് പറയുന്നതിനായിട്ട് ബിബി സാറിനെ സ്നേഹം ചെയ്യുന്നു. ടെലിഫോൺ ഡൽഹി റീജിയണൽ ചീഫായ ശ്രീ ആർ രാധാകൃഷ്ണൻ സാറിനെ മറുപടി പ്രസംഗത്തിനായി സ്നേഹം. നമസ്കാരം. എനിക്ക് ഈ വേദിയിലിരിക്കുന്ന എല്ലാവരുടെയും പേര് വിളിച്ച് പറയണമെന്നുണ്ട്. സമയമില്ല. ഇന്ന് പ്രത്യേകിച്ച് മണിപ്പൂരിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് തീരുമാനിക്കും. ഇന്നലെ വൈകിട്ട് ആ ഒരു തീരുമാനം അവസാനമായിട്ട് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും വരണം തീരുമാനിക്കുന്നതിന് പിന്നെ ഒന്ന് രണ്ട് ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ജസ്റ്റിസ് കെ ജോസഫ് സാറിന്റെ കയ്യിൽ നിന്നാണ് ഈ അവാർഡ് മേടിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം രാജാവ് നഗ്നനാണ് എന്ന് പറഞ്ഞത് പോലെ തന്നെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിധി 2014 അദ്ദേഹം ഉത്തരാഖണ്ഡില് ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന സമയത്ത് പറഞ്ഞത് പ്രസിഡന്റ് ഈസ് നോട്ട് കിങ് എന്നാണ്. മുഖ്യമന്ത്രിയെ ആർട്ടിക്കിൾ പുറത്ത് ആക്കിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഗവർണർ എടുക്കുന്ന സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹരീഷ് റാവത്തിനെ പുനഃസ്ഥാപിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നമ്മൾ പഠിക്കേണ്ട അല്ലെങ്കിൽ പുതിയ തലമുറയെ പഠിപ്പിക്കേണ്ട ആ വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. There is no absolutism. President is not king. The president can be an excellent person and he can be terribly wrong. Justice can be also terribly wrong. അത് എത്ര മനോഹരമായിട്ടുള്ള വാക്കുകളിൽ എത്ര ഫലവത്തായിട്ട് ഒരുപക്ഷെ നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ആദർശങ്ങളെ ആ വാക്കുകളിൽ വെച്ചുകൊണ്ട് ആ ഭരണകൂടത്തെ പുനഃസ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം പുറപ്പെടുവിച്ച ആ ഒരു വിധി അത് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏറ്റവും അവസാനമായിട്ട് ഞാൻ സുപ്രീം കോടതി റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനമായിട്ട് അദ്ദേഹം ഒരു വളരെ പ്രമാദമായിട്ടുള്ള ഒരു കേസിൽ അദ്ദേഹം പറഞ്ഞു, എന്റെ മുന്നിൽ ഞാൻ റിട്ടയർ ചെയ്യാൻ പോവുകയാണ്, ഈ 16-ാം തീയതി ഞാൻ റിട്ടയർ ചെയ്യാൻ പോവുകയാണ്, എന്റെ മുന്നിൽ നിന്ന് ഈ കേസ് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണോ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ കേസ് മാറ്റി വെപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ എന്തായാലും ആ കേസ് രാഷ്ട്രീയമായിട്ട് വലിയ വാദപ്രതിവാദങ്ങൾ നടക്കുന്ന കേസായതുകൊണ്ട് ഞാൻ അതിന്റെ പേരെടുത്ത് പറയുന്നില്ല. തീർച്ചയായിട്ടും നമ്മുടെ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് പല കാഴ്ചപ്പാടുകൾ നമ്മുടെ സമൂഹത്തിൽ വരുമ്പോൾ കൈയെടുത്ത് തൊഴാൻ തോന്നുന്ന അത്ര നമുക്ക് പ്രതീക്ഷ നൽകുന്ന വാക്കുകളാണ് അദ്ദേഹം എഴുതി വെച്ചിട്ട് അവിടെ നിന്ന് അല്ലെങ്കിൽ ആ കോടതി മുറിയിൽ പറഞ്ഞ് ഞാൻ എല്ലാ ദിവസവും കേൾക്കുന്ന ആ കോടതി മുറിയിൽ കേൾക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഭാഗ്യം എന്ന് എത്ര പറഞ്ഞാലും എനിക്ക് ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നത് ഏറ്റവും ഭാഗ്യമായിട്ടുള്ളതായി എനിക്കത്. രണ്ടാമത്തെ കാര്യം, ഞാൻ മണിപ്പൂരിൽ പല ഭാഗങ്ങളിലും സന്ദർശിച്ചു. ഒരുപക്ഷെ ഇംഫാൽ മാത്രമല്ല ഞാൻ സന്ദർശിച്ച സ്ഥലം. ഞാൻ ഇന്നലെ ഒരു അച്ഛന്റെ കണ്ണുനീര് കണ്ടിട്ടാണ് ഒരുപക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്. ആ അച്ഛന്റെ മകന്റെ പേര് ഡേവിഡ് തൈ എന്നാണ്. 35 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അയാള് സിംഗപ്പൂരിൽ വീട്ടുജോലി ചെയ്തിരുന്നയാളാണ്. അച്ഛൻ പാരലൈസ്ഡ് ആയി എന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം നാട്ടിലെത്തുന്നു. അപ്പോഴവിടെ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. 2 ആൺകുട്ടികളാണ് ഈ അച്ഛനുള്ളത്. അച്ഛനും അമ്മയും ഉള്ള വളരെ നിർധനനായിട്ടുള്ള കുടുംബമാണ്. സായ്കോട്ട് എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. ഈ യുവാവ് ഈ ആക്രമണം ചെയ്തത് ഈ യുവാവിന്റെ തല വെട്ടിയെടുത്ത് അടുത്തുള്ള ഒരു നമ്മുടെ വേലി എന്ന് പറയുന്ന വേലിപ്പത്തൽ പോലെയുള്ള അവർ സ്ഥാപിക്കുന്നതിൽ അയാളുടെ തല സ്ഥാപിക്കുകയാണ്. ഈ യുവാവിന്റെ ബാക്കിയുള്ള ശരീരം മൊത്തം കത്തിച്ച് ചാമ്പലാക്കി ഏതാനും അസ്ഥി കഷ്ണങ്ങൾ ആ വീട്ടിൽ കിട്ടും. ഇത്ര ക്രൂരമായിട്ടുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടാകുന്നു. നമ്മൾ പറയുന്നു പല ഒരുപക്ഷെ ആരാധനാലയങ്ങളുടെ കാര്യത്തിലായിരിക്കാം നാം ഏവരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇരുപക്ഷത്തും ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്നു. അവിടെ ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്നതല്ല യഥാർത്ഥ വിഷയം. അവിടെയുള്ള മനുഷ്യന്റെ ഹൃദയം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ആ മേഖലയിലുള്ള ഒരുപക്ഷെ 2 വിഭാഗത്തിലെയും മരിച്ചുകൊണ്ടിരിക്കുന്ന കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളുടെയും ഹൃദയമാണ് തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിദിനം 100 കണക്കിന് കുടുംബങ്ങളുടെ നാഥനില്ലാതാകുന്നു, മകനില്ലാതാകുന്നു. ആ അവസ്ഥയാണ് അവിടെ പോകുന്നത്. ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് വെച്ചാൽ ഇത് റിപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ആർക്കും സാധിക്കുന്നില്ല. കാരണം
അവിടെ ഇന്റർനെറ്റ്. റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന നിയമം പാസാക്കിയ നമ്മുടെ രാജ്യത്ത് ആർട്ടിക്കിൾ 19 21 പറയുന്ന ഈ രാജ്യത്ത് ഇന്റർനെറ്റ് നിശ്ചയിച്ചുകൊണ്ട് അനിശ്ചിതകാലത്തേക്ക് ഇട്ടിരിക്കുന്നു. മാധ്യമപ്രവർത്തകർക്ക് അവിടേക്ക് പോകാൻ അവകാശമില്ല. ഇത് തീരുമാനിക്കുന്നത് ഭരണകൂടങ്ങളാണ്. കാരണം അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇത് കോടതികൾക്കാണ്, മറ്റൊന്നുമല്ല, കോടതികൾക്കാണ്. പ്രധാനപ്പെട്ട ഇതിന് ചുമതലക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥർ പറയുന്ന ഉത്തരം കോടതികൾ വെച്ചിട്ടാണ്. ഞാൻ PIB അക്രഡിറ്റേഷനുള്ള ഒരു ജേർണലിസ്റ്റാണ്. എനിക്ക് അവിടേക്ക് പോകാനായിട്ടുള്ള അവകാശം എനിക്കുള്ള ഒരു ജേർണലിസ്റ്റാണ്. പക്ഷേ എനിക്കത് ചിത്രീകരിക്കാൻ അവർ അനുവദിക്കില്ല. അവർ കണ്ടുകൊണ്ട് ചിത്രീകരിക്കാൻ അനുവദിക്കില്ല. കാരണം ഞാനിത് കോടതിയെ കാണിച്ചാൽ അല്ലെങ്കിൽ പുറം ലോകം കണ്ടാൽ ഇതാണ് ചോദ്യം. ഇന്റർനെറ്റില്ല. പകരം ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളാൽ സാധിക്കുന്ന പല മാർഗങ്ങളും കയറ്റിയാണ് ദിവസങ്ങൾക്ക് ശേഷം ഈ വാർത്തകൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ പാസാക്കിയ റൈറ്റ് ടു ഇൻഫർമേഷൻ എവിടെ നിൽക്കുന്നു? എന്തിനാണ് ഈ നിയമം നമ്മൾ പാസാക്കിയത്? നമ്മൾ ആർട്ടിക്കിൾ 19 കുറിച്ച് പറയും, 21 കുറിച്ച് പറയും. നമ്മൾ പറഞ്ഞിട്ട് എന്ത് കാര്യം? നമ്മുടെ കോടതികൾ കാണരുത്. മാധ്യമങ്ങൾ പ്രവർത്തിച്ചാൽ കോടതികൾ കാണും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതിന് തടയിടുക. ഇതിനിടയിൽ ജനാധിപത്യം എന്ന പേര്, ഇത് ജനാധിപത്യമല്ല ശരിക്കും നമ്മുടെ നാട്ടിൽ. ഇവിടെയാണ് ഇപ്പോൾ ഈ വിവരാവകാശവും മാധ്യമപ്രവർത്തകർ അതിന്റെ ഭാഗമായിട്ട് നിൽക്കേണ്ടതിന്റെ പ്രാധാന്യം. ഇന്റർപ്രിട്ടേഷൻ എന്ന വാക്കാണ് ഇന്ന് മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി സാധ്യത തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റമായി നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്റർപ്രിട്ടേറ്റ് ചെയ്യേണ്ടി വരുന്നത്? ശരിയാണ്, സ്റ്റാറ്റ്യൂട്ട് ഇന്റർപ്രിട്ടേറ്റ് ചെയ്യാനായിട്ടുള്ള അധികാരം ഇവിടെയുള്ള കോടതികൾക്കാണ്. ജസ്റ്റിസ് KM ജോസഫ് സാറിനെ പോലുള്ള പ്രഗത്ഭരായിട്ടുള്ള നീതിമാന്മാരായിട്ടുള്ള നിരവധി ന്യായാധിപന്മാർ അത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സ്റ്റാറ്റ്യൂട്ട് എപ്പോഴും കണക്കാക്കുന്നത് അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷനിൽ ഏറ്റവും പ്രധാനമായി കോടതികൾ പോലും ഇപ്പോൾ പരിഗണിക്കുന്നത് ഓൾവേസ് ലെജിസ്ലേറ്റേഴ്സ് ആർ ട്രൂ. അതാണ് കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് വരുന്നത് അല്ലെങ്കിൽ അവർ ഉണ്ടാക്കുന്ന നിയമം സ്റ്റാറ്റ്യൂട്ട്, ഈ സ്റ്റാറ്റ്യൂട്ട് വസ്തുതാപരമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണോ? വസ്തുതാപരമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ ഇന്ത്യയിൽ പല നിയമങ്ങളും ഇന്നുണ്ടാക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി നമ്മൾ ഇനി പരിഗണിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടത്. അവിടെയാണ് ഞാനെന്ന മാധ്യമ പ്രവർത്തകന് വിവരാവകാശ നിയമം എന്ന ഒരു ഉപാധി, ഒരു ചെറിയ പ്രതീക്ഷയുള്ളത്. ഇതനുസരിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾ വഴി കിട്ടുന്ന ഉത്തരങ്ങൾ, അത് ഒരുപക്ഷെ പല പോരാട്ടങ്ങൾ കഴിഞ്ഞായിരിക്കാം ആ ഉത്തരം കിട്ടുന്നത്. ആ ഉത്തരങ്ങളെല്ലാം ഒരുമിപ്പിച്ച് വെക്കുമ്പോൾ കിട്ടുന്ന ചില ഫലപ്രദമായിട്ടുള്ള കാര്യം. അതിന്റെ ഒരു ഉദാഹരണം ഈ പറഞ്ഞ പോലീസുകാരുമായി ബന്ധപ്പെട്ട വിഷയം. കേരളത്തിലെ പോലീസ് കേരള ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ അവർ പറയുന്നത് ഞങ്ങളുടെ പ്രൈവസിയെ ബാധിക്കും. ക്രിമിനലുകളായിട്ടുള്ള ആളുകളുണ്ട്, പക്ഷേ ആ ക്രിമിനലുകളെ വെളിപ്പെടുത്തുന്നത് പ്രൈവസിയെ ബാധിക്കും. സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു അപ്പകഷണം മോഷ്ടിച്ചാൽ അവന്റെ ഫോട്ടോ എടുത്ത് പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ കൊടുക്കാൻ മത്സരിക്കുന്നവരാണ് ഇവിടെയുള്ള പോലീസുകാർ, മാധ്യമങ്ങളല്ല. മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി ഫോട്ടോ എടുത്ത് അവനെയും അവന്റെ കുടുംബത്തെയും അപമാനിക്കുക എന്ന ഒരു രീതി പിന്തുടരുന്ന ഈ പോലീസുകാർ തന്നെയാണ് പറയുന്നത് ഞങ്ങൾക്ക് പ്രൈവസി ഉണ്ട്, ഞങ്ങൾ കള്ളന്മാരാണ്, ഞങ്ങൾക്കിടയിൽ കൊള്ളക്കാരുണ്ട്. ഞങ്ങളത് പറയില്ല, കാരണം ഞങ്ങൾക്ക് പ്രൈവസി, സാധാരണക്കാരന് പ്രൈവസി. അപ്പോൾ ഇവിടെ രാജാവാരൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അക്കാര്യം അംഗീകരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ചെറിയ ചില നീക്കങ്ങൾ, പക്ഷേ അതിനെ ഇപ്പോഴും തമസ്കരിക്കുന്ന രീതിയിലാണ്. ആർട്ടിക്കിൾ ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൽ സെക്ഷൻ 24 ഉണ്ട്. ആ സെക്ഷൻ 24 പറയുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ റൈറ്റ് ടു ഇൻഫർമേഷന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ സർക്കാർ തീരുമാനം കൈക്കൊണ്ടാൽ 6 മാസത്തിനകം നിയമസഭയെ അത് അംഗീകരിക്കുന്നു. കേരള പോലീസിലെ ചില വിഭാഗങ്ങളിൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ അടക്കമുള്ള വിഭാഗങ്ങൾ, ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ആണ് ഇതിൽ പ്രധാനപ്പെട്ട കണ്ണി. സെൻട്രൽ ഗവൺമെന്റ് ഇതിനെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഒഴിവാക്കിയിട്ടില്ല. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയെ ഒഴിവാക്കിയിട്ടുണ്ട്. സെക്ഷൻ 24 അനുസരിച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഏതാണ്ട് 10-12 വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷേ 6 മാസങ്ങൾക്കുള്ളിൽ ഈ പറയുന്ന കാര്യം കേരളത്തിന്റെ നിയമസഭ അംഗീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും കേരളത്തിന്റെ നിയമസഭ അത് കണ്ടിട്ട് പോലുമില്ല, പരിഗണിച്ചിട്ടുമില്ല. പക്ഷേ പോലീസ് ചോദിക്കുമ്പോൾ ഈ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കയ്യിലുള്ള വിവരങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ കയ്യിൽ പഴയ ഉത്തരവ് അവരിറക്കിയിരിക്കുന്ന സർക്കുലറാണ്. ഇത് നിയമപരമായി നിലനിൽപ്പില്ലാത്ത കാരണമാണ്. പക്ഷേ അവർ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നു. സാധാരണക്കാരൻ വസ്തുതയിൽ
ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയാണ് ഈ പോലീസുമായി ബന്ധപ്പെടുന്ന എല്ലാ വസ്തുതകളും സൂക്ഷിച്ചു വയ്ക്കുന്നത്. അങ്ങനെയുള്ള പല കാരണങ്ങളും നിലനിൽക്കുന്നു. അതുകൊണ്ട് മാധ്യമ പ്രവർത്തനം എന്നുള്ളത് ഇപ്പോഴത്തെ കാലത്ത് എന്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഞങ്ങൾ എന്തുകൊണ്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്നു, ഞങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യാൻ നിർബന്ധിതരാവുകയാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നത് നിലനിൽക്കുന്ന രാജ്യത്ത് ഞങ്ങൾക്ക് റൈറ്റ് ടു ഗീവ് ഇൻഫർമേഷൻ എന്നത് ഞങ്ങളുടെ മാധ്യമ പ്രവർത്തകരുടെ അവകാശമാണ്. ആ ഇൻഫർമേഷൻ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഘട്ടത്തിൽ ലഭ്യമായ വിവരങ്ങൾ, അങ്ങനെയുള്ള യഥാർത്ഥ വിവരങ്ങൾ ലഭിക്കാത്ത ഘട്ടത്തിൽ ലഭ്യമായ വിവരങ്ങൾ വെച്ച് ഇന്റർപ്രറ്റ് ചെയ്തു പോകുമ്പോഴാണ് ഞങ്ങൾ പ്രതികൂട്ടിൽ നിൽക്കുന്നത്. ഇത് സമൂഹത്തിന്റെ താല്പര്യത്തിന് വേണ്ടി മാധ്യമ പ്രവർത്തകൻ പ്രവർത്തിക്കുന്നു. അവൻ പ്രവർത്തിച്ചത് കൊണ്ട് അവൻ ആ വാർത്ത കൊടുത്തു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട വിവരം പുറത്തുവിടാത്ത നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൽ സെക്ഷൻ 4 പറയുന്നുണ്ട്, എല്ലാ വിവരങ്ങളും നിശ്ചിത കാലാവധിക്കുള്ളിൽ തന്നെ ഓൺലൈനായിട്ട് പബ്ലിഷ് ചെയ്യണം. നമ്മുടെ കേരള സർക്കാരിന്റെ ഭാഗത്തോ ഇന്ത്യ സർക്കാരിന്റെ ഭാഗത്തോ എത്ര വിവരങ്ങൾ ഓൺലൈനായിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്, എത്ര ജിയോ ഓൺലൈനായിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്? കേരള ലീഗൽ നമ്മുടെ പ്രവാസി സെൽ വേണ്ടി വന്നു ഈ സംസ്ഥാനത്ത് ഒരു ഓൺലൈനായിട്ട് വിവരാവകാശ രേഖ പ്രകാരമുള്ള അപേക്ഷകൾ സ്വീകരിക്കാൻ ഓൺലൈനായിട്ട് ഒരു സംവിധാനം കൊണ്ടുവരാൻ സുപ്രീം കോടതിയിൽ പോയി 6 മാസത്തിനകം അത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് പറയിക്കാൻ ആയിട്ടുള്ള ഒരു ഉത്തരവ് മേടിക്കാൻ എല്ലാ ഒരുപക്ഷെ കേരളം ഈ വിവരാവകാശത്തോട് കാണിക്കുന്നത് ഏറ്റവും വലിയ ധാർഷ്ട്യമാണെന്ന് ഞാൻ പറയും. ഉത്തർപ്രദേശ് ഉണ്ടാക്കി, പഞ്ചാബ് ഉണ്ടാക്കി, ഇങ്ങനെ പല സംസ്ഥാനങ്ങളും ഏതാണ്ട് നമ്മൾ കുഴപ്പമെന്ന് പറയുന്ന പല സംസ്ഥാനങ്ങളും ഓൺലൈനായിട്ട് വിവരാവകാശം സ്വീകരിക്കാനായിട്ടുള്ള സംവിധാനം വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടാക്കി. നമ്മൾ മാത്രം ഉണ്ടാക്കിയിരുന്നില്ല. ദിവസങ്ങൾക്ക് മുമ്പ് കേരള പ്രവാസി ലീഗൽ സെല്ലിന്റെ ഇടപെടൽ വഴി ലഭിച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ നിർബന്ധിതരാവുകയായിരുന്നു അങ്ങനെ ഉണ്ടാക്കാൻ. ഇനി ഇവർ തരുന്ന മറുപടികൾ, ആ മറുപടികളും പലതും ഇപ്പോഴത്തെ ചില കണിശക്കാരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്ക് കൃത്യമായ വിവരങ്ങൾ നൽകുന്നു എന്ന് ഒഴിച്ചാൽ മറ്റുള്ളവരെ അവരിപ്പോഴും എന്തിനാണ് ഈ വിവരം നൽകുന്നത്, എന്തിനു വേണ്ടിയാണ്? ഇതൊക്കെ ഒരു ക്വസ്റ്റ്യനിങ് ആയിട്ട് എന്റെ പല സുഹൃത്തുക്കളും ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്നോട് പങ്കുവയ്ക്കുമ്പോൾ പലരും എന്നോട് പറയുന്നത് ഇതാണ്, ക്വസ്റ്റ്യനിങ് ആണ് നടക്കുന്നത്. അത് വിവരാവകാശ നിയമം അങ്ങനെ ചെയ്തുകൂടാ എന്ന് പറയുന്നതാണ് നമ്മുടെ ഉദ്യോഗസ്ഥർ ആ വിധത്തിൽ പ്രവർത്തിക്കുന്നത്. വിവരാവകാശ നിയമത്തിൽ ഇനി കമ്മീഷനുകളുടെ ഭാഗത്ത് ഞാൻ ഒരു കമ്മീഷനെ അങ്ങനെ ഒരു പ്രതികൂട്ടം നിർത്താൻ വേണ്ടി ഉദ്ദേശിച്ചൊന്നും അല്ല പറയുന്നത്. ഇത് ഒരു പൊതു നന്മയുണ്ടാകട്ടെ എന്ന് കരുതി പറയുന്നു. വിവരാവകാശ നിയമത്തിൽ സെക്ഷൻ 19(8)(b) ഉണ്ട്. ഇതനുസരിച്ച് ആർക്കെങ്കിലും വിവരം നൽകാൻ താമസമുണ്ടായാൽ അയാൾക്ക് നഷ്ടപരിഹാരം നൽകാനായിട്ട് കമ്മീഷനുകൾക്ക് അധികാരമുണ്ട്. പലരും അവനെ സംബന്ധിക്കുന്ന വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങളായിരിക്കും. 24 മണിക്കൂറിനുള്ളിൽ അവന് വിവരം കിട്ടണം. ആ വിവരം 48 മണിക്കൂറിനുള്ളിൽ അവന് ആ വിവരം നൽകണം. അഥവാ 30 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ആ അപേക്ഷയിൽ മറുപടി ലഭിക്കണം. ചിലര് അവരുടെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. മറുപടി ലഭിക്കില്ല, അപ്പീൽ കൊടുക്കണം. 45 ദിവസം. ആ 45 ദിവസത്തിനുള്ളിലും മറുപടി കിട്ടില്ല. പിന്നെ കമ്മീഷനിൽ പോകണം. കമ്മീഷനിൽ പോയാൽ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഏതാണ്ട് 1-2 വർഷം. അപ്പോൾ ഈ നിയമം അപ്രസക്തമാവുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥൻ ഈ വിധത്തിൽ ധാർഷ്ട്യം കാണിക്കുന്നത്? സെക്ഷൻ 19(8)(b) ഉപയോഗിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. 10 പേർക്കെതിരെ ഈ പറയുന്ന രീതിയിൽ കൊടുത്തവരും ഉചിതമായിട്ടുള്ള അപേക്ഷയിൽ ഉത്തരവെടുക്കാൻ അല്ലെങ്കിൽ ഇതിനൊരു ന്യായം അല്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കാൻ ആ ഉദ്യോഗസ്ഥരോട് കൽപ്പിച്ചാൽ ഈ പ്രശ്നങ്ങളെല്ലാം മാറും, മാസങ്ങൾക്കുള്ളിൽ മാറും. പക്ഷേ നമുക്ക് സാധിക്കുന്നില്ല. ഇതും കമ്മീഷൻ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണെന്ന് തോന്നുന്നു. അത് പരിഗണിക്കുന്ന ഒരു ഘട്ടത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് കടമയുണ്ട്, എനിക്ക് അവകാശങ്ങളുണ്ട്. ഈ അവകാശവും കടമയുമാണ് മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ച് എപ്പോഴും കോൺഫ്ലിക്ട് ഉണ്ടാക്കുന്നത്. പക്ഷെ കടമയാണ് പ്രധാനപ്പെട്ടത് എന്ന് കരുതുമ്പോൾ വിവരാവകാശമടക്കമുള്ളവ ഉപാധികളായി കണ്ടെത്താൻ എന്നെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർ പ്രേരിപ്പിക്കപ്പെടുകയാണ്. അതിന്റെ ഭാഗമായി നടത്തിയ ചില ചെറിയ എന്റെ ശ്രമങ്ങൾ അതിനൊരു അംഗീകാരം കിട്ടിയതിൽ ഏറെ സന്തോഷത്തോടെ ഞാൻ നന്ദി പറയുന്നു. എല്ലാവർക്കും ചടങ്ങുകളുടെ പൂർത്തിയാവുകയാണ്. ഔപചാരികമായി നന്ദി അറിയിക്കുന്നതിനായി പ്രവാസി ലീഗൽ സെല്ലിന്റെ പ്രതിനിധി ശ്രീ ഐ ജോസഫിനെ സ്നേഹം ക്ഷണിക്കുന്നു. വേദിയിലെ ഭൂമിഷ്ഠരായിരിക്കുന്ന സദസ് പ്രത്യേകിച്ച് ഘട്ടനിലയുടെ സമയം കൂട്ടി
നിങ്ങളുടെ സമയം കളയുന്നില്ല. ഇവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പറ്റിയൊക്കെ ഒരു ഒന്ന് രണ്ട് വാക്കുകൾ പരാമർശിച്ചതിലൂടെ അവരാരാണെന്ന് മനസ്സിലായി. പ്രത്യേകിച്ച് മണിപ്പൂർ പോലൊരു കലാപ പ്രദേശത്ത് നിന്ന് ഒരാളുടെ അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി തിരുക്കത്തിൽ വന്നപ്പോൾ ആ അവാർഡ് കൊടുത്തിയ ആളിൻ്റെ മഹത്വം എന്താണെന്ന് നമുക്കെല്ലാം കൃത്യമായിട്ട് മനസ്സിലാകും. ഓരോരുത്തരുടെ ജസ്റ്റ് പേര് പറഞ്ഞ് നന്ദി പറയുകയാണ്, സമയം കളയുന്നില്ല. ബഹുമാന്യനായ അധ്യക്ഷൻ അനിൽ ഫിലിപ്പ് അച്ഛനെ നേരത്തെ എനിക്ക് പരിചയമുള്ളത്. അച്ഛൻ കലാകാരനാണ്, കലാകാരൻ കൂടിയാണ്, സിനിമാ സംവിധായകനാണ്. സർവോപരി ഈ സ്ഥാപനത്തിന്റെ ഡയറക്ടറായിരിക്കുന്നു. അച്ഛന് പ്രവാസി ലീഗൽ സെല്ലിന്റെയും ചാവറ കൾച്ചറൽ സെന്ററിന്റെ പേരിലും നടത്തുന്നു. അതുപോലെ ജോസഫ് സാറിനെ പറ്റി നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. ആ ബഹുമാന്യനായ വ്യക്തിക്ക് ഇവിടെ ഈ വേദി വരാൻ കാണിച്ച സന്മനസ്സിന് ഞങ്ങളെല്ലാം വളരെ പ്രതീക്ഷയോടെ ഇരുന്ന ഒരു ആഗമനമായിരുന്നു. നന്ദി പറയുന്നു. CCS രാജൻ പ്രവാസി ലീഗൽസിന്റെ പേഴ്സൺ കൂടിയാണ്. അദ്ദേഹത്തെ ഞങ്ങൾക്ക് രണ്ട് രേഖപ്പെടുത്തുന്നു. അതുപോലെ മോഹൻദാസ് സാറ് മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിരുന്നു. ആ സ്ഥാനത്തിരിക്കാൻ ഏറ്റവും അർഹനായിരുന്നെന്ന് അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷവും മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ ഇടപെടുന്നുണ്ട്. വ്യക്തിപരമായിട്ട് എൻ്റെ സുഹൃത്തു കൂടാണ്, എനിക്കറിയാം. ഒത്തിരി നന്ദി സാർ. അതുപോലെ DB സാറുമായിട്ട് 25 വർഷത്തെ ബന്ധമുണ്ട്. സഹോദര തുല്യമായി ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. നന്ദി പറയുക. അതുപോലെ DB സാറ് 2003 ഞങ്ങൾ ഒന്നിച്ച് എനിക്കൊരു ടാബ്ലോയിഡ് പത്രത്തിന്റെ എഡിറ്ററാണ്. ഞാൻ സാറിനോട് ഒന്നിച്ച് അമേരിക്കയിലെ ഫൊക്കാന എന്ന് പറയുന്നൊരു സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ ഒന്നിച്ച് പോയിട്ടുണ്ട്. അന്നും ഉള്ള അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തനത്തോടുള്ള ധാർമ്മികത വളരെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളാണ്. ഞങ്ങളുടെയൊക്കെ സീനിയറായി റെസ്പെക്ട് ചെയ്തിട്ടുള്ള DB സാർ തക്ക സമയത്ത് വന്നു. നന്ദി പറയുക സാർ. അതുപോലെ ജോസ് എബ്രഹാം സാർ സാറ് പ്രവാസി ലീഗൽസ് എന്ന് പറയുമ്പോൾ പ്രവാസികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ എന്ന് ആർക്കെങ്കിലും മനസ്സിൽ തോന്നിയാൽ ആദ്യം വരുന്ന പേരാണ് ജോസാറിന്റെ. പുതുതായി ഹർജികളൊക്കെ സുപ്രീം കോടതിയിൽ കൊടുക്കുകയും പലതും അതൊക്കെ പറയാൻ ഒത്തിരി സമയമെടുക്കും. എന്തായാലും അദ്ദേഹത്തിന് നന്ദി പറയുന്നു. നമ്മുടെ പ്രധാന വ്യക്തിയായ കഥാകൃഷ്ണ സാറിന്റെ പ്രസംഗം, അത്രയും സമയത്തെ പ്രസംഗം, ഈച്ച് വേർഡ് ഫീൽഡ് വിത്ത് നമ്മുടെ ആ ഒരു പ്രതികരണം അതിനകത്തേക്കിന് പൊങ്ങി വരുന്ന വാക്കുകളായിരുന്നു. നിർത്തലെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ സമയം ചുരുക്കിയതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ സമയം എടുക്കാൻ കഴിഞ്ഞില്ല. ഇത്രയും നന്നായി സംസാരിക്കുമെന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. താങ്ക് യു സാർ. അതുപോലെ ഈ ചാവറ കൾച്ചറൽ സെന്ററിലെ ഇതിന്റെ പ്രവർത്തന ജോലികളൊക്കെ ഉള്ള സ്റ്റാഫുകൾ, ഈ സ്ഥാപനം വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു അതുപോലെ പ്രൗഢമായ സദസ്സിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അവൻ വിളിച്ചു ഫോൺ എടുത്തിട്ട് ഓഫ് ചെയ്തു. സേവാകാനൊക്കെ എന്തോ പരിപാടി ഉണ്ടോ? ആ സേവാകാൻ എന്തോ ചെയ്യാനുണ്ട്. ഹൈലൈറ്റല്ല, അയക്കാണോ ലൈവ് പോയിക്കൊണ്ടിരിക്കണല്ലേ, പിന്നെ സേവ് ആവുമല്ലോ. എന്തൊരു പരിപാടി അവസാനം കൊണ്ടേറ്റിട്ടാണോ? Thank you.
എന്താണെന്നറിയോ നിങ്ങളുടെ സബ്ജക്ട് മുഴുവൻ പൊളിറ്റിക്സ് ആണ്. എനിക്ക് പൊളിറ്റിക്സ് ഉണ്ട്, അത് ഞാൻ മനസ്സിലായി പറയാറുണ്ടല്ല. അല്ല അത് വ്യത്യാസമുണ്ട്. അതായത് ജസ്റ്റിസിന് വേണ്ടിയുള്ള ഇടമല്ല. എന്റെ ഒരു വലിയ സുഹൃത്ത് ഞാൻ ഇലക്ഷൻ എടുക്കാൻ തയ്യാറാണ്. നിങ്ങൾ എങ്ങനെ വന്നാലും ഇതിലേക്ക് കൊണ്ടുപോകും, അതായിക്കോട്ടെ.
ഭീകര പ്രശ്നം ചെന്നാൽ തന്നെ അവസ്ഥ അടിപൊളി കാര്യമുണ്ട്. അവിടെയാണ് നിങ്ങൾക്ക് ഈ എരിവും പുളിയും വേണം. മാത്രം ചോദിച്ചാല് സാധാരണ പത്രം വീട്ടിൽ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ അത് നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്. ഞാൻ പൊതുവെ ഈ ആരും നമുക്ക് ഇത് തരുന്നത് ജനങ്ങളാണ്. അത് ജനങ്ങളുടെ മുമ്പിൽ ഇതൊക്കെയാണ് മുമ്പിൽ സംഭവിക്കുന്നത് പറയുന്നത് ബാധകമുണ്ട്. നല്ല ആളുകൾ എന്റെ അടുത്ത് വ്യാസവും മറ്റു കാര്യങ്ങളും അതായത് കൂടുതലാണ് മോള് ഒളിച്ചോടി പോയത് ദൈവം തെറ്റ് ചെയ്താൽ ഞാൻ റിപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാണ് സ്വദേശാമി ആവശ്യപ്പെട്ടത്. ദൈവം തെറ്റ് ചെയ്താൽ ഞാൻ റിപ്പോർട്ട് ചെയ്തു. അത് തിരുവനന്തപുരത്ത് അവിടുത്തെ പ്രതിമ കൂട്ടിയിട്ടുണ്ട്. അവരുടെ ജില്ലയുടെ ഒപ്പങ്ങൾ വളർത്തിൽ ഒരു നാട്ടിൽ ആറാം അടിയിൽ അത് ഇൻഷുറൻസിന്റെ കേസ് സംഭവമായിട്ട് ഇപ്പൊ നമ്മള് മറ്റേ ക്വിസ് കൊണ്ടിട്ടുണ്ട്. മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അല്ലാതെ വെള്ളം പിന്നെ രാവിലത്തെ മുൻപ് നമ്മുടെ പവേഴ്സിന്റെ ആയിരുന്നു കാക്കനാടാണ്. പക്ഷെ ഞാൻ കോമൺ ആയിട്ട് സ്റ്റുഡിയോ
ഒരുപാട്
താഴ്ത്തണ്ട്